11ാമത്തെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. സംഭവബഹുലമായ ഒരു ചരിത്രം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ അജീറിനോടും ബാലകൃഷ്ണനോടും മാണിക്കലിയോടുമൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ തേങ്ങി വരുന്ന ഒരുപാട് കഥകളും അനുഭവ കഥകളും നമ്മുടെ മുന്നിൽ. അതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. MVR-മായി ബന്ധപ്പെട്ടുകൊണ്ട് MVR-നെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബമാകെ തീവെച്ച് കളയുന്നതിന് വേണ്ടിയെല്ലാം നടത്തിയ എത്രയോ പരിശ്രമം, അതിനുവേണ്ടി ത്യാഗം ചെയ്ത നിരവധി ആളുകൾ. MVR-ന്റെ വീട് മാത്രമല്ല, ഈയിടെ അന്തരിച്ച നമ്മുടെ പവിത്രന്റെ വീട് തീവെച്ചത് ഞാൻ ഓർക്കുന്നത്, കൃഷിയിടങ്ങൾ വെട്ടി നശിപ്പിച്ചത്, എത്രയോ സഖാക്കളെ കടന്നാക്രമിച്ചത്. എന്തിന്? EP കൃഷ്ണൻ നമ്പ്യാർ അന്തരിച്ച സമയത്ത് പോലും വളരെ മ്ലേച്ഛമായ തരത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണകളോട് നടത്തിയിട്ടുള്ള പെരുമാറ്റം, അതിനെയെല്ലാം നമ്മൾ ചെറുത്തു നിന്നു. ആ ചെറുത്തു നിന്ന സഖാക്കളിൽ MVR-നോടൊപ്പം നിന്ന സഖാവ് മൂസാൻകുട്ടിയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. നിർഭയനായി ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ കണ്ണൂരിൽ നടന്നുപോയി. നിരവധി തവണ ആക്രമിക്കപ്പെട്ട ബാലൻ മാസ്റ്ററെ നമ്മൾ ഓർക്കുകയാണ്. പയ്യന്നൂരിന്റെ തെരുവീതികളിൽ മാരകമായ മർദ്ദനമേറ്റ് അദ്ദേഹം ഈ പാർട്ടിയുടെ കൊടി ഉയർത്തി. അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞ സഖാവ് സി ബാലൻ, ഞാനും ബാലേട്ടനും കൂടി തളിപ്പറമ്പില് ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ, വളരെ സീനിയറായ ഒരു പാർട്ടി നേതാവായിട്ട് കൂടി അദ്ദേഹത്തെ വളരെ ക്രൂരമായി തല്ലിച്ചതച്ചു. ഞാൻ എണ്ണി പറയുന്നില്ല, നമ്മുടെ നേതൃനിരയിലെ കാര്യങ്ങൾ മാത്രം പറയുകയാണ്. താഴത്തേക്ക് നോക്കിയാൽ അമ്പ് കൊള്ളാത്തവരാരും ഇവിടെ ഇരിക്കുന്നില്ല. അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം നമുക്കറിയാം. വെള്ളശ്ശേരിയിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ എനിക്ക് തന്നെ സാമാന്യമായ പരിക്ക് പറ്റിയതെല്ലാം അന്നുള്ള സഖാക്കൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഞാനിവിടെ പറയുന്നത് വീണ്ടും അത് ആവർത്തിച്ച് പറയുക എന്ന അർത്ഥത്തിലല്ല. നമ്മൾ നടന്നു വന്ന കനൽ വഴികൾ, ആ കനൽ വഴികൾ, കണ്ണൂരിന്റെ കനൽ വഴികൾ നമ്മുടെ പിന്നിൽ ഉണ്ട്. അത് പേർത്തും ആവർത്തിക്കുക എന്നത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പോലും അതിൽ മാത്രം തങ്ങി നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വ്യക്തമായ ഒരു രാഷ്ട്രീയ സംഘടനാ നയം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ വിപുലീകരിക്കുക എന്ന അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് 11ാം പാർട്ടി കോൺഗ്രസ്. കണ്ണൂരിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ മറ്റ് പല ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എഞ്ചിനായി പ്രവർത്തിച്ചിട്ടുള്ള കണ്ണൂരിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളിൽ നിന്നുകൂടി ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള സഖാക്കൾ ഗ്രൂപ്പ് ചർച്ചകളിലൂടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട്, പാർട്ടിയുടെ അനുഭവങ്ങളും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നാം ഉറച്ചു നിന്ന് പൊരുതിയതിന്റെ ധീരമായ ഓർമ്മകളും അഭിമാനകരമായ നേട്ടങ്ങളും. നമ്മൾ സംസാരിക്കേണ്ടത്, മൂന്നാമതായി നാം നോക്കേണ്ടത് എങ്ങനെ ഇനി മുന്നോട്ട് പോകാം. എന്താണ് ഇന്നത്തെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ സ്ഥിതി? എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി? ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് നയിക്കാം? ഇതായിരിക്കണം നാളെ ഇവിടെ നിന്ന് പിരിയുന്നത് വരെ നമ്മുടെ സഖാക്കളുടെ ചിന്ത. അത് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം 11ാം തീയതി നിങ്ങളുടെ സമ്മേളനം നീണ്ടുപോയത് കൊണ്ടാണ് കുറച്ച് പ്രവർത്തന റിപ്പോർട്ടും കൂടെ അംഗീകരിക്കാൻ 11ാം തീയതിയിലേക്ക് കമ്മിറ്റി വെച്ചത്.
ആ പ്രവർത്തന റിപ്പോർട്ടിന്റെ രാഷ്ട്രീയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ് ഗൗരവമായ തരത്തിൽ ചർച്ചകൾ ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ പ്രമേയം കേവലം പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾക്ക് വായിക്കാനുള്ളതല്ല. അത് പൊതുജനങ്ങൾക്കായിട്ട് നമ്മൾ പ്രസിദ്ധപ്പെടുത്തും. അത് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ബ്രാഞ്ചിലും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അത് ചർച്ച ചെയ്യണം. പാർട്ടി കോൺഗ്രസ് വിജയിപ്പിക്കാൻ വേണ്ടി ബസ്സുകൾ ബുക്ക് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളെ എറണാകുളത്ത് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ണൂരിൽ നിന്നും ധാരാളം പ്രദേശങ്ങളുണ്ടാകും. ഓരോ ബ്രാഞ്ചുകളും കൂടിക്കൊണ്ട് ആ ബ്രാഞ്ചുകൾ പാർട്ടി പ്രമേയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത്, അവർ വീടുകളിൽ ചർച്ച ചെയ്ത്, വ്യക്തികളാകുന്ന നിലയ്ക്ക് ചർച്ച ചെയ്ത് അതിനുവേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാം. CMD എന്നൊരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. CMD 38 വർഷം കഴിഞ്ഞു, 40 വർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് 2024 84 വീണ ഒരു വിത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് CMBയുടെ വിത്തിട്ടിട്ട് 40 വർഷമായി. CMB രൂപീകരിച്ചിട്ട് 40 വർഷമായില്ല, അത് 86 രൂപീകരിച്ചുവെങ്കിൽ 84 മുതൽ CPM-നകത്ത് നടന്ന രാഷ്ട്രീയ ചർച്ചകൾ, അതൊരു പാർട്ടിയായിട്ട് കാണുക, അതൊരു രാഷ്ട്രീയ പ്രശ്നം, കേരളത്തിൽ നടന്ന രാഷ്ട്രീയ ചർച്ചയാണ്. ആ രാഷ്ട്രീയ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് EK നായനാരും MVR-ഉം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ, ആ രാഷ്ട്രീയ ഇടപെടലിനെ 40 വർഷം തികയുകയാണ്. ആ 40 വർഷം തികയുമ്പോൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ളിടത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എത്തി നിൽക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഒരു അമിതാധികാര ഭരണകൂടമായി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ മാറ്റുന്നിടത്തേക്ക് വഴിമാറിപ്പോവുകയാണ്. ഒരു ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റ്, ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് ഇന്ത്യ നടന്നു നീങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഒരു ടോട്ടലിറ്റേറിയനിസം, ഒരു ഏകാധിപത്യ ഭരണം, ആ ഏകാധിപത്യ ഭരണത്തിലേക്ക് ചുവടുകൾ വെച്ച് നീങ്ങുന്ന ഒരു ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് ചുവട് വെച്ച് നീങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അപ്പൊ നിങ്ങൾ പറയും തെരഞ്ഞെടുപ്പല്ലേ? ശരിയാണ്, തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പുകളുടെ അന്തസത്ത തന്നെ ചോർന്നു പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. 2 തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളുടെ അന്തസത്ത ചോർന്നു പോയിട്ടുള്ളത്. ഒരു ഭാഗത്ത് പണത്തിന്റെ കുത്തൊഴുക്ക്. നാം ഉത്തരേന്ത്യയെ കുറിച്ച് കുറ്റം പറയാറുണ്ട്, പക്ഷേ ദക്ഷിണേന്ത്യയാണ്, കേരളം ഒഴിച്ചുള്ള ദക്ഷിണേന്ത്യയാണ് പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളുടെ അന്തസത്ത. തമിഴ്നാട് തുടങ്ങി, കർണാടകത്തിൽ തുടങ്ങി, തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എത്തുമ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിന് 50 കോടി രൂപ ചെലവഴിക്കുന്ന, ചിലയിടത്ത് 60-70 കോടി രൂപ ചെലവഴിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ 6-7 കോടി രൂപ വരെ ചെലവഴിക്കുന്ന, പണക്കൊയ്ത്തു നടത്തുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് എന്ന വിളിപ്പേരിന് ചേരുന്നതല്ല. മറുഭാഗത്ത് സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പണ്ടൊക്കെ നമ്മൾ കണക്കെടുക്കുമായിരുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി പഠിക്കും, അവരില്ലാത്തവരെ ഉള്ളവരെ ഇല്ലാത്തവരെ ചിലപ്പോൾ കള്ളവോട്ട് ചെയ്തു എന്ന് വരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കള്ളവോട്ടൊന്നുമല്ല പ്രശ്നം, കള്ളവോട്ടുകൾ താരതമ്യേന കുറഞ്ഞു. കണ്ണൂരിൽ പോലും താരതമ്യേന കുറഞ്ഞു. ഇന്ന് വോട്ടർമാരെ സ്വാധീനിക്കുന്ന കൃത്രിമ ബുദ്ധികൾ ഉണ്ടാക്കുകയാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തന്നെ അത്തരത്തിൽ ഒരു സംവിധാനം, ഒരു അനലിറ്റിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മുഴുവൻ അനലൈസ് ചെയ്യുകയാണ്. അവരുടെ മനസ്സിൽ എന്താണ് ചിന്തകളെന്ന് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കൊടുക്കുക. ഒരു ഉൽപ്പന്നത്തിന്റെ
വിൽപ്പന പോലെയാണ് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള രുചി എന്താണ്? നമുക്കറിയാം, ലോകത്ത് പ്രസിദ്ധമായ ചില ഉൽപ്പന്നങ്ങൾ, കൊക്കക്കോള. 1895 കൊക്കക്കോള കമ്പനി ഉണ്ടാവുന്നത്. 19-ാം നൂറ്റാണ്ടിലുണ്ടായത്. കൊക്കക്കോളയുടെ രുചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പരമരഹസ്യമാണ്. ആ രുചി ലോകം മുഴുവൻ കീഴടക്കി. അതൊരു നാവിന്റെ അറ്റത്ത് വരുന്ന ഒരു രുചിയാണ്. അതൊരു പരമരഹസ്യമായ കാര്യമാണ്. അന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടല്ല അതുണ്ടാക്കിയതെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യകൾ രുചിയുടെ കാര്യത്തിലല്ല, രാഷ്ട്രീയ രുചികൾ എന്താണ് എന്ന് പഠിക്കുന്നതിനാണ് നിൽക്കുന്നത്. മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന മറ്റൊരു രുചി, KFC എന്ന് പറയുന്ന വേറൊരു രുചി, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, കൊക്കക്കോള, മെക്ഡൊണാൾഡ്സ്, ഇതെല്ലാം മനുഷ്യന്റെ നാവിനെ സ്വാധീനിച്ച, മനുഷ്യന്റെ ചിന്തകളെ ഒന്നുമല്ല, മനുഷ്യന്റെ രുചികളെ, അവന്റെ നാവിന്റെ ആ ചെറിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി മുകുളങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് കണ്ടെത്തിയ 3 കാര്യങ്ങളാണ്. ഈ 3 രുചികളും ലോകം കീഴടക്കി. അതുപോലെ അനവധി രുചികളുണ്ട്. അതുപോലെ തന്നെ നിരവധി തരത്തിലുള്ള മദ്യങ്ങളുടെ രുചികൾ. ആ ഓരോ രുചികളും ലോകത്ത് ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വിറ്റഴിയുകയാണ്. ഒരു കാലത്ത് അത് യാന്ത്രികമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ രുചികളെ വിശകലനം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ വളർത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ രുചി എന്താണ്? രാഷ്ട്രീയ രുചിയും മണവും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന രുചി നിയന്ത്രണ യന്ത്രങ്ങൾ ഇന്ന് ലോകത്ത് വ്യാപകമാണ്. അത് ഇന്ത്യയിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും നല്ല രുചി മതങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ ചിലവാകുന്ന കാര്യമതാണ്. യൂറോപ്പിൽ മതത്തെക്കാളും തൊലിയുടെ നിറമാണ് കുറച്ചുകൂടെ നല്ലത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിവിധ ഗോത്രങ്ങൾ തമ്മിൽ അവരുടെ പൊക്ക വ്യത്യാസം, ഉയര വ്യത്യാസം പോലും പല പ്രശ്നങ്ങളിലേക്ക് മാറി. അങ്ങനെ വളരെ തന്ത്രപരമായ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ പുസ്തക മുതലാളിത്ത വിഭാഗങ്ങൾ അവര് ഒരു രാഷ്ട്രീയ രുചിക്രമം സൃഷ്ടിച്ചു. അവരതിലൂടെ കൊണ്ടുവന്നത് ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഉൽപ്പന്നം. ആ ഉൽപ്പന്നം ഭക്തിയാണെന്ന് നമുക്ക് പുറത്തു തോന്നും, എന്നാ ഭക്തിയല്ല. മതമാണെന്ന് നമുക്ക് തോന്നും, എന്നാ മതവുമല്ല. ചരിത്രമാണെന്ന് നമുക്ക് തോന്നും, ചരിത്രവുമല്ല. സംസ്കാരമാണെന്ന് നമുക്ക് തോന്നും, സംസ്കാരവുമല്ല. ഇതെല്ലാം കൂട്ടിക്കലർത്തിയ ഒരു പരുവത്തിലുള്ള ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റാണ് BJP. അത് 82-ലുണ്ടായ BJP അല്ല. 80-കളുടെ അവസാനത്തിലുണ്ടായ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതിൽ രാമായണത്തിന്റെ സംസ്കാരമുണ്ട്, ഹിന്ദുമതത്തിന്റെ കഥകളുണ്ട്, അതിൽ നമ്മുടെ പഴയ പുരാണങ്ങളുണ്ട്, മതങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, പലതുമുണ്ട്. പക്ഷെ അതൊന്നുമല്ലാത്തതും എന്നാൽ അതെല്ലാമാണ് എന്ന് ബോധിക്കുന്നതുമായ ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ് BJP. നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള BJP-ക്കാരെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ അവരെക്കാൾ എത്രയോ ഭക്തരായിട്ടുള്ള CPM-കാരെ കാണുക. അവരെക്കാൾ എത്രയോ കൂടുതൽ ചരിത്രം അറിയുന്നവരാളുകൾ. ഹിന്ദുമതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ എടുത്താൽ അതിൽ BJP-ക്കാരൊന്നുമല്ല കൂടുതൽ, വേറെ ചില മതമില്ല. പക്ഷെ അവർക്കെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു KFC, ഒരു കൊക്കക്കോള ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു.
അവർ പറയുകയാണ്, ഇതാ ഞങ്ങൾ ശ്രീരാമന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ആ വിഷയം ഒരു ആഴത്തിൽ പരിശോധിക്കുക, പരപ്പിലല്ല പരിശോധിക്കുന്നത്, വളരെ ആഴത്തിൽ നമ്മൾ ആ വിഷയം പരിശോധിക്കുകയാണ്. കാരണം രാഷ്ട്രീയ പ്രമേയം വായുസമയം ചില സലാക്കൾ ചോദിച്ചു, എന്തിനാണ് ഇത്ര പറയുന്നത്? ഇത് പറയാനുള്ള കാരണം, നമ്മളത് ചർച്ച ചെയ്യുന്ന കാരണം, ഇതാണ് ഇന്നത്തെ ഭരണകൂടവർഗങ്ങൾ ഇന്ത്യൻ ജനതയെ കീഴടക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ നമ്മൾ മതരാഷ്ട്രീയം എന്നൊറ്റ വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ കണ്ണൂർ ജില്ലാ സമ്മേളനം ഗൗരവത്തിൽ ചർച്ച ചെയ്യണം. ഞാൻ എല്ലാ അവസരങ്ങളും പറയുന്നില്ല. ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ് വെക്കുന്നത്, അല്ലാതെ ചോദ്യക്കടലാസിന് പകരം ഉത്തരക്കടലാസ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ പലരും അങ്ങനെയാണ്, കുട്ടികൾക്ക് ഉത്തരക്കടലാസ് കൊടുത്തിട്ട് ചോദ്യം ചോദിക്കാൻ പറയാം. ഞാൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മുമ്പിൽ ഉത്തരക്കടലാസ് തന്നിട്ട് ചോദ്യക്കടലാസ് എഴുതാൻ പറയുന്നില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദ്യക്കടലാസ് വയ്ക്കില്ല, ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ട് വായിക്കണം. കാരണം ഞാനാണ് ഇതിനെല്ലാം പറയുമ്പോഴാണെന്നോ നമ്മുടെ പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്ക് അറിയാത്തൊരു കാര്യവും ലോകത്തില്ല എന്നുമുള്ള ഒരു അഹങ്കാരവും നമുക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അഹങ്കരിക്കുന്നവരോടെല്ലാം നമുക്ക് അല്പം പുച്ഛം മാത്രമേ. അതുകൊണ്ട് ഇന്നിവിടെ വന്നിട്ടുള്ള നൂറുകണക്കിന് പ്രതിനിധികളുണ്ട്, അവർ ചർച്ച ചെയ്യട്ടെ എങ്ങനെയാണ് ഈ വിഷം കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ MVR 80കളുടെ അവസാനത്തിൽ പറഞ്ഞു, 80കളുടെ മധ്യത്തിൽ പറഞ്ഞു. അവിടെയാണ് ഞാൻ MVRനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ചരിത്രം MVRനെ അടയാളപ്പെടുത്തുന്നത്. 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 1984 3 സംഭവങ്ങൾ ഉണ്ടായി. അതാണ് ഞാൻ 40 വർഷം എന്ന് പറഞ്ഞത്. ഏറ്റവും അവസാനം നടന്ന ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന പാർലമെന്റ് ഇലക്ഷൻ ഡിസംബറിൽ. ഏപ്രിലിൽ വന്ന ഷാബാനു കേസ് വരുന്നതിന് മുമ്പ് ഫെബ്രുവരിയിൽ നടന്ന DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം. അവിടെ വെച്ച് തന്നെ EMS അദ്ദേഹത്തിന്റെ തീസിസ് കൊണ്ടുവന്നു. എന്താണ് ആ തീസിസ്? ആ തീസിസിന്റെ പ്രശ്നങ്ങൾ ഇന്ന് റെലവന്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളതിലേക്ക് പോകുന്നത്, അല്ലാതെ വെറുതെ ചരിത്രം ജഗതി നോക്കുന്നതല്ല. EMS പറഞ്ഞു ശരീഅത്ത് വലിയൊരു പ്രശ്നമാണ്. അന്നങ്ങനെ പ്രശ്നമേ ഇന്ത്യയിലില്ല. മുസ്ലിം സമുദായത്തിലെ വിവാഹ നിയമങ്ങളെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുമ്പോൾ ഷാബാനു കേസ് ഉണ്ടായിരുന്നില്ല. തിളച്ചു പറഞ്ഞൊരു DYFI അജീറൊക്കെ അതിന്റെ സെക്രട്ടറിയായിരുന്നു. 5 ലക്ഷത്തോളം ആളുകളാണ് അന്ന് കോഴിക്കോട് നടന്ന ആ പ്രകടനത്തിന്റെ മുന്നിൽ. നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ, ഞാനാണ് അനൗൺസ് ചെയ്തത്. ഈ തൊട്ടുപുറകിൽ വരുന്ന എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് 70കളിലും 80കളിലും. അന്ന് EMS പറഞ്ഞു, ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവരാണ് പ്രശ്നം, ഇവരുടെ കുടുംബ ബന്ധങ്ങൾ, ഇവരുടെ വിവാഹ നിയമങ്ങൾ, അതിന് മാറ്റം വരുത്തണം. അന്ന് BJPക്ക് 2 സീറ്റ് പോലും ഇല്ലാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. BJP എന്നൊരു ഫാക്ടർ അല്ല. 84 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്ക് കിട്ടിയത് 2 സീറ്റ്, അതിന് ഏതാനും സീറ്റുകൾ. അവിടെയാണ് നാം MVRനെയും CMBയെയും അടയാളപ്പെടുത്തേണ്ടത്. MVR എന്ന ക്രാന്തദർശിയായ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതാ വഴിതെറ്റാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിതെറ്റാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിന് വഴിതെറ്റിയത്? ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ച്, ഭരണാധികാരം പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള ഭൂരിപക്ഷ വർഗീയത, അതിനുവേണ്ടി മുഖം മിനുക്കുകയും കത്തിയുടെ മൂർച്ച കൂട്ടുകയും ഒരുമിച്ച് ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് മുഖം മിനുക്കുന്നു, മറുഭാഗത്ത് കത്തിക്ക് മൂർച്ച കൂട്ടുന്നു. അങ്ങനെ മുഖം മിനുക്കുകയും കത്തിക്ക് മൂർച്ച പിടിപ്പിച്ചു നിൽക്കാതിലേക്ക് കടന്നു വരുന്ന ആ ഭൂരിപക്ഷ വർഗീയ ശക്തികളെ സഹായിക്കുന്ന നിലപാടെടുക്കാൻ പാടില്ല.
എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് EMS അവതരിപ്പിച്ച ആ തീസിസിന് എതിരായി അവതരിപ്പിച്ച ആന്റി തീസിസ് ആയിരുന്നു ബദൽ രേഖ. എന്തിനാണ് ഞാൻ ഇത്ര വിശദമായി പറഞ്ഞത് ചോദിച്ചാൽ, ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സ് അതാണ്, ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം അതാണ്. അവിടെ നിന്നും 40 വർഷം കടന്നു വന്നപ്പോൾ ബാബറി മസ്ജിദിന്റെ താക്കോൽ തുറക്കുന്നു. അവിടെ രാജീവ് ഗാന്ധിക്ക് ചെറിയ പാളിച്ച പറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, രഥയാത്രകൾ നടക്കുന്നു. 92 ബാബറി മസ്ജിദ് പൊളിയുന്നു, കേസ് നടക്കുന്നു. അടുത്ത കാലത്ത് കേസിന്റെ വിധി വരുന്നു. ഇപ്പോൾ ക്ഷേത്രം പണിത് ഈ 22-ാം തീയതി ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അപ്പൊ 40 വർഷത്തെ കഥ ഞാൻ വെറുതെ പറഞ്ഞതല്ല. അവിടെ നിന്നും തുടങ്ങി ഷാബാനു കേസിന്റെ കാലം മുതൽ ഇന്നിപ്പോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് നമ്മോട് ചോദിക്കും. നമ്മുടെ അഭിപ്രായം ഒന്നേ ഉള്ളൂ. നമ്മുടെ അഭിപ്രായം അങ്ങടുത്ത അഭിപ്രായം തന്നെയാണ്. വർഗീയ പ്രശ്നങ്ങളെ നേരിടണമെങ്കിൽ വർഗസമരത്തിൽ കൂടെ മാത്രമേ നേരിടാൻ സാധിക്കൂ. ആ വർഗസമരത്തിന്റെ ഭാഗമാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കൽ. വർഗസമരം എന്ന് പറഞ്ഞാൽ കൂലിക്ക് വേണ്ടിയിട്ടുള്ള സമരം മാത്രമല്ല, അത് ജാതി മേധാവിത്വത്തിനെതിരായ സമരമാണ്. അതാത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സമരമാണ്. കൂലിക്കും ഭക്ഷണത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള സമരമാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് വർഗസമരം എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്റെ നാനാർത്ഥങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ CMP ചെയ്തത്. എന്താണ് വർഗസമരം? അതിൽ കൂലിക്ക് ഭക്ഷണത്തിന് ഭൂമിക്ക് നമ്മളെപ്പോഴും പ്രസംഗം അവസാനിപ്പിക്കുന്നുണ്ട്. കൂലിക്കും ഭക്ഷണത്തിനും ഭൂമിക്കും വേണ്ടി പൊരുതുക, ആ പോരാട്ടം തന്നെയാണ് പ്രധാനം. പക്ഷേ അതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട ജാതികൾക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുരോഗതി നേടുന്നതിനു വേണ്ടി എല്ലാം നടത്തുന്ന സമഗ്രമായ വർഗസമരത്തിലൂടെയല്ലാതെ വർഗീയതയെയും ഫാസിസത്തെയും തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന CMPയുടെ പ്രാഥമികമായ രാഷ്ട്രീയ നയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കുകയാണ് 2024. മറ്റെല്ലാവരും പതറുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും അടക്കം പലയിടത്തും പതർച്ചയാണ്. എന്തിനു പതറണം? പതറാതെ നിൽക്കണം. ഒരു കോടതിയിൽ കക്ഷിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വക്കീൽ പതറരുത്. ആരാണ് നിങ്ങളുടെ കക്ഷി? ആ കക്ഷിക്ക് വേണ്ടി നിൽക്കണം. എതിർകക്ഷി പറയുന്നതും അല്പം ശരിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ വക്കീലിനാരും കേസ് കൊടുക്കില്ല. പ്രോസിക്യൂട്ടർ പറയാണ്, പ്രതിഭാഗം വക്കീൽ പറയുന്നത് കുറച്ച് ശരിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോസിക്യൂട്ടറാണോ? അയാൾ കാശ് വാങ്ങിയിട്ടല്ലേ പറയുന്നത്. പ്രതിഭാഗം വക്കീൽ പറയുന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ എന്തിനുള്ള? നിങ്ങൾ ആരുടെ വക്കീലാണ്? നിങ്ങൾ ആരുടെ അഭിഭാഷകനാണ്? നിങ്ങൾ ആരുടെ വക്താവാണ്? നമ്മുടെ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ, കർഷകരുടെ, സാധാരണക്കാരുടെ വക്താക്കളാണ്. അവർ പല മതങ്ങളിലും ജാതികളിലും ഉൾപ്പെട്ടവരാണെങ്കിലും അതിലേറ്റവും പിന്നണിയിൽ നിൽക്കുന്നവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെക്കുന്നവരുടെ വക്താവാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ മാത്രമല്ല, ആ വിഭാഗത്തിന് ഉന്നമനം വേണമെന്ന് പറയുന്ന മുഴുവനാളുകളുടെയും വക്താവാണ്. AKG തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. AKG ഏറ്റവും വലിയൊരു കുടുംബത്തിലെ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം ജനിച്ച ഏത് വിഭാഗം എന്നുള്ളത് വലിയ ഒരു മേധാവിയായിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ നാട്ടിലെ അച്ഛന്റെ മുമ്പിൽ AKG പോലും നിൽക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. AKG അച്ഛൻ ഉമ്മർത്തിരിക്കുകയാണ്, AKG സൈഡ് കൂടെ വലുതായിട്ട് പോയി. പക്ഷെ അദ്ദേഹം പൊരുതിയത് ആർക്ക് വേണ്ടി? അദ്ദേഹം പൊരുതിയത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ടി, കുളത്തിൽ കുളിക്കാൻ അനുവാദമില്ലാത്ത പിന്നോക്കക്കാർക്ക് വേണ്ടി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൊടുക്കാത്ത പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി പൊരുതിയ AKGയുടെ മാതൃക നമ്മൾ.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നീട്ടി പറയുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് രാമജന്മഭൂമി അവിടെ പണി കഴിഞ്ഞു, സുപ്രീം കോടതി വിധി വന്നു, അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുമ്പോൾ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത തരത്തിൽ CMB പറയാൻ ആഗ്രഹിക്കുന്നു, ആ രാമക്ഷേത്രത്തിന്റെ രാഷ്ട്രീയ ഉദ്ഘാടനം അതൊരു രാഷ്ട്രീയ ഉദ്ഘാടനമാണ്. ആ രാഷ്ട്രീയ ഉദ്ഘാടനത്തിൽ മതേതര കക്ഷികൾ പങ്കെടുക്കുന്നതിനോട് CMB ശക്തമായി വിയോജിക്കുന്നു എന്ന് പറയാൻ ഒരാളുടെയും അനുവാദം CMBക്ക് ആവശ്യമില്ല. നമ്മൾ വിയോജിക്കും, വേറെ യോജിക്കുന്നവർക്ക് വിയോജിക്കാം. ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയമായി ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കറിയാം എന്താണ് വർഗീയത, എന്താണ് ഭൂരിപക്ഷ വർഗീയത. അത് ഹിന്ദു വർഗീയതയല്ല. നമ്മുടെ പാർട്ടി ആവർത്തിച്ച് നമ്മുടെ പാർട്ടി മെമ്പർമാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ ആളുകളുണ്ടെങ്കിൽ അവർ പഠിക്കണം. ഭൂരിപക്ഷ വർഗീയത ഹിന്ദു വർഗീയതയല്ല, അത് ഭൂരിപക്ഷ വർഗീയതയാണ്. ഇതേ വർഗീയത തന്നെയാണ് പാകിസ്ഥാനിൽ മുസ്ലിം സുന്നി വർഗീയതയായി നിൽക്കുന്നത്. ഷിയാക്കൾക്ക് പോലും അവിടെ പ്രവർത്തിക്കാൻ അനുവാദമില്ല. അത് പറയാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷ വർഗീയതയായി നിൽക്കുന്നത്. ഇതേ വർഗീയത തന്നെയാണ് ബർമയിൽ, ഇന്നത്തെ മ്യാൻമറിൽ ഭൂരിപക്ഷ വർഗീയതയായ ബുദ്ധമത വർഗീയതയായി നിൽക്കുന്നത്. അവിടെ ആക്രമണം റോഹിംഗ്യകൾക്കെതിരെ, മുസ്ലിമിനെതിരെയാണ്. പാകിസ്ഥാനിൽ ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെയാണ് ആക്രമണം. പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ ഏതാണ്ട് 16% ഹിന്ദുക്കളുണ്ടായി. ഏറ്റവും മനോഹരമായ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉള്ള സ്ഥലമായിരുന്നല്ലോ പാകിസ്ഥാൻ. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ഡാക്ക, ആ ഡാക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഡാക്കേശ്വരി ക്ഷേത്രം. ദേവീക്ഷേത്രമാണ്. കൽക്കട്ടയിലെ കാളി ക്ഷേത്രം പോലെ തന്നെ മതവിശ്വാസികൾക്ക് പ്രധാനമാണ് ഡാക്കേശ്വരി ക്ഷേത്രം. എത്രയോ ക്ഷേത്രങ്ങൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നവർ തന്നെയാണ് ഇവിടെ പള്ളി തകർക്കുന്നത്. അതാണ് CMBയുടെ കാഴ്ചപ്പാട്. പാകിസ്ഥാനിൽ ഹിന്ദു ക്ഷേത്രം തകർക്കുന്ന അവിടത്തെ ഭൂരിപക്ഷ വർഗീയത അവരുടെ ഇരട്ട സഹോദരനാണ് ഇവിടെ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും തകർക്കുന്ന ഈ BJPയുടെ വർഗീയത. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ അത് കുടുങ്ങിപ്പോരുത്. നമ്മൾ ഹിന്ദു വിരുദ്ധരല്ല, മുസ്ലിം വിരുദ്ധരല്ല, സിഖ് വിരുദ്ധരല്ല, ക്രിസ്ത്യൻ വിരുദ്ധരല്ല. ഒരു വിരുദ്ധതയും നമുക്കില്ല. പക്ഷേ നമുക്ക് വ്യക്തതയുണ്ട്. നമുക്ക് വിരുദ്ധതയല്ല, വ്യക്തതയാണുള്ളത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രമേയത്തിലെ കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു എന്നാണ് നേരത്തെ പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻസ് മൂലധനവും കുത്തക മൂലധനവും അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ കണ്ടെത്തിയിട്ടുള്ള തന്ത്രം ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് ലോകത്തെല്ലായിടത്തും. യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഹിറ്റ്ലർ വളർന്നപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വിഭാഗമാണ് യഹൂദന്മാരാണ് 2.5% ആൾക്കാർ. നല്ല പൈസയുള്ള ആൾക്കാരുണ്ടായിരുന്നു യഹൂദന്മാർക്കിടയിൽ. അപ്പൊ അവരെ ആക്രമിച്ചുകൊണ്ട് പ്രശ്നമില്ല. ആ 2% പോട്ടെ. എന്താണ് അവരെ കുറിച്ച് ഹിറ്റ്ലർ പറഞ്ഞത്? യഹൂദന്മാരെ നമ്മുടെ ശത്രുക്കളാണ്. അവിടുത്തെ ക്രിസ്ത്യൻ വർഗീയതയുടെ ഒരു പതിപ്പായിരുന്നു ഹിറ്റ്ലർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിറ്റ്ലർ നാസിയാണ്, ഫാസിസമാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. യൂറോപ്പിലെ ക്രിസ്ത്യൻ വർഗീയതയുടെ പ്രതീകമായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർക്ക് മതവിശ്വാസമൊന്നുമില്ല, അത് സവർക്കർക്കും ഇല്ല. നല്ല വർഗീയവാദികൾക്ക് മതമൊന്നുമില്ല. അവർക്ക് മതം വേറൊരു വിഷയമാണ്. മതം മനുഷ്യന് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഹിറ്റ്ലർക്കോ സവർക്കർക്കോ മതമില്ല. ഹിറ്റ്ലർ എത്തിസ്റ്റായിരുന്നു. എത്തിസ്റ്റായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എത്തിസ്റ്റ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മനുഷ്യസ്നേഹിയാണോ എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യസ്നേഹിയായ മതവിശ്വാസിയാണ് നമുക്കിഷ്ടം, മനുഷ്യസ്നേഹിയല്ലാത്ത എത്തിസ്റ്റിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് ഹിറ്റ്ലർ എന്താ ചെയ്തത്? യഹൂദന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. എന്തായിരുന്നു യഹൂദന്മാരുടെ പേരുള്ള ചാർജ് ഷീറ്റ്? അവർ യേശു ക്രിസ്തുവിനെ കൊന്ന ആൾക്കാരാണ്.
ഇവിടെ മുസ്ലിമിനെതിരായിട്ട് എന്താ പറയുക, ഒരു ബാബറി മസ്ജിദ് വിളിച്ചു. ആര്? ചാക്കര നടത്തുന്ന മുഹമ്മദ് കുട്ടിയാണ്. ബാബറി അവര് രാമക്ഷേത്രം വിളിച്ച് ബാബറി മസ്ജിദ് കെട്ടിയത്. മുഗളന്മാർ. ഏത് മുഗളൻ? മുഗളൻ എന്താന്ന് ചോദിച്ചാൽ മുളകാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പറയുന്നത്. മുഗളൻ എന്ന് പറഞ്ഞാൽ പച്ചമുളകാണോ ചുവന്ന മുളകാണോ എന്നറിയാത്തവരോട് അവർ മുഗളന്മാർ. നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ. അതാണല്ലോ ചെന്നായ പറഞ്ഞത് ആട്ടുംകുട്ടിയോട്. കുളം കലക്കിയത് ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ അച്ഛനായിരുന്നു. ന്യൂനപക്ഷങ്ങളോട് ചരിത്രം കൊണ്ടാണ് സംസാരിക്കുക. അതാ ഞാൻ പറഞ്ഞു വന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരോടൊക്കെ ചരിത്രം കൊണ്ടാണ് ആക്രമിക്കുക. അവരോടെന്താ പറഞ്ഞത്? യഹൂദന്മാര് യേശു ക്രിസ്തുവിനെ കൊന്നളാണ്. സത്യമാണ്. യേശു ക്രിസ്തു യഹൂദനായിരുന്നു. യേശു ക്രിസ്തുവിനെ കൊന്ന ആ കുരിശിന്റെ മുകളിൽ INRI എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ JNRJ എന്നാണ് വായിക്കേണ്ടത്. യേശു ഓഫ് നസറത്ത് റെക്സ് ഓഫ് യഹൂദ്. ജെ എന്നൊരു അക്ഷരം ഗ്രീക്കിലും ലാറ്റിനിലും ഇല്ല. അതുകൊണ്ട് I ആണ് ഉപയോഗിക്കുക. ജെ ഇംഗ്ലീഷുകാരുടെ, ജെ ഗ്രീക്കിലും ലാറ്റിനിലും ഒന്നുമില്ല. I യേശു. അതാണ് ശരിക്കുള്ളത്. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അതാണ് INRI. യേശു ഓഫ് നസറത്ത് റെക്സ് എന്ന് പറയുന്ന കിങ്. റെക്സ് ഓഫ് യഹൂദ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അതാണ് കുറ്റം. അത് കുറ്റപത്രമാണ്. അത് എഴുതി വെച്ചപ്പോൾ അദ്ദേഹത്തെ കൊല്ലാമെന്ന യഹൂദ പുരോഹിതന്മാർ പറഞ്ഞു എന്നയാൾ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അത് എഴുതിയ പീലോത്താസ് പറഞ്ഞു, ന്യായാധിപൻ, ഞാൻ എഴുതിയത് എഴുതി. വൺസ് റിട്ടൺ ഈസ് റിട്ടൺ. ഇനി ഞാൻ മാറ്റിയത്. ആൾക്കുകളെ കൊല്ലണമെന്ന് വലിയ താല്പര്യമില്ല. ഇത് 2000 കൊല്ലം മുമ്പ് നടന്ന കാര്യം. പക്ഷേ ഹിറ്റ്ലറുടെ ആളുകൾ എന്താ പറഞ്ഞത്? ഇവർ യേശു ക്രിസ്തുവിനെ കൊന്നവരാണ്. അതുകൊണ്ട് അവന്റെ ചായപ്പിടി തല്ലിപ്പൊളിക്കുക. അവരെ സ്ത്രീകൾ റോഡിൽ കൂടെ പോകുമ്പോൾ അവരെ കല്ലെടുത്തെറിയാം. കൊച്ചു കുട്ടികളെ കൊണ്ട് അവരെ പുറകെ ഓടിപ്പിക്കുക. ഇപ്പം കുട്ടികളൊക്കെ വളരെ വയ്യാതൊക്കെ അറിയാം. പണ്ട് കുട്ടികളും വളരെ മോശമായിരുന്നു. 10-12 വയസ്സുള്ള കുട്ടികൾ എൻ്റെ തലമുറക്കാർക്ക് ഓർമ്മയുണ്ട്. വെറുതെ കല്ലെടുത്തെറിയും ഇല്ലയോ? ഇത്തിരി മാനസിക നിലയില്ല തെറ്റിയവരെ. വളരെ മോശമായൊരു കൾച്ചറായിരുന്നു. ഓർമ്മയില്ല? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക. കുട്ടികളെ കൊണ്ട് ഇവിടെ ഞാൻ കേട്ട് ചിരട്ട മുട്ടിക്കുക എന്നൊരു പരിപാടി ഇല്ലേ? ചെറിയ കുട്ടികളെ കൊണ്ട്. അപ്പൊ ആ കുട്ടികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് യഹൂദ വിരോധം ഉണ്ടാക്കി. യഹൂദന്മാരെ മുഴുവൻ കൊന്നാലേ ജർമ്മനി രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജർമ്മൻ സ്റ്റേറ്റ് ഉണ്ടാക്കി. പക്ഷെ ഹിറ്റ്ലർ വെറുതെ ഇരിക്കുകയല്ല, അദ്ദേഹത്തിന് പൈസ മുഴുവൻ കൊടുത്തത് അവിടുത്തെ കുത്തകകളാണ്. ആരായിരുന്നു ഏറ്റവും വലിയ കുത്തക? ഹിറ്റ്ലർ പോയിരുന്ന കാറ് ബെൻസ് കാറായിരുന്നു. ബെൻസ് എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ബെൻസ് കാർ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ ബെൻസ് കമ്പനി വളർന്നത് ഹിറ്റ്ലറുടെ കീഴിലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമുള്ള ഒരു കമ്പനിയാണ് ഫോക്സ് വാഗൻ. VW ഇല്ലേ? ഫോക്സ് വാഗൻ എന്ന കാറുണ്ടാക്കലാണ് ജർമ്മൻകാരുടെ ഏറ്റവും വലിയ മിടുക്ക്. ഫോക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ഫോക്സ് വാഗൻ ജനങ്ങളുടെ കാർ. അതാരുണ്ടാക്കിയെന്നറിയാമോ? ഹിറ്റ്ലറുടെ ട്രേഡ് യൂണിയൻ ഒരു ഫാക്ടറി ഉണ്ടാക്കി. ട്രേഡ് യൂണിയനൊക്കെ. ആ ട്രേഡ് യൂണിയനിൽ പണിയെടുപ്പിക്കുന്ന ഈ യഹൂദന്മാരും കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചുകൊണ്ടുപോകുന്നതും സോഷ്യലിസ്റ്റുകളും അടിമകളാണ്. ആ അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുടെ ചോര ഊറ്റി കുടിച്ച കമ്പനിയാണ് ഫോക്സ് വാഗൻ. പലരും ഇപ്പോഴും ഫോക്സ് വാഗൻ വാങ്ങിക്കില്ല. അപ്പൊ മുതലാളിത്തം വളർത്തുകയും ആയുധ കച്ചവടം ഉണ്ടാക്കുകയാണ് ഹിറ്റ്ലർ ചെയ്തത്. അതിനുവേണ്ടിയാണ് യഹൂദന്മാരെ കൊല്ലാൻ പറഞ്ഞത്. അങ്ങനെ കൊന്നു ഇതുപോലത്തെ വലിയ വലിയ ഹോളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പോളണ്ടിൽ ജീവച്ഛവങ്ങളാക്കും. ഭക്ഷണം കൊടുക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. റോസ ലക്സംബർഗിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറയുന്നു. റോസ ലക്സംബർഗിന്റെ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ഗ്രന്ഥമായിട്ടുള്ള മൂലധനത്തിന് മാർക്സിനോടും ഏംഗൽസിനോടും സംസാരിച്ച ശേഷം 4-ാം അധ്യായം എഴുതിയ കൗട്സ്കി, ആ കൗട്സ്കിയുടെ ഭാര്യ ലൂസി കൗട്സ്കി ഈ ഗ്യാസ് ചേംബറിൽ കിടന്നു, അല്ലെങ്കിൽ ഈ ചേംബറിൽ അല്ലെങ്കിൽ ഈ തടവ് പാളയത്തിൽ കിടന്ന ആളാണ്. കൗട്സ്കിയുടെ മകൻ 8 വർഷം നാസി പട്ടാളത്തടവിൽ കിടന്നു. അതുപോലെ
കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതുപോലെ തന്നെ ആളുകളും ഈ നാസി തടവിൽപ്പെട്ടു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ദേശവിരുദ്ധന്മാരാണ്. അവരുടെ കൂറ് സോവിയറ്റ് യൂണിയനോടാണ്. അവർ റഷ്യൻ ചാരന്മാരാണ്, ചൈനീസ് ചാരന്മാരെന്ന് പറയുന്ന പോലെ അവർ റഷ്യന്റെ ചാരന്മാരാണ്. അതുകൊണ്ട് അവരെയും കൊല്ലണം, കമ്മ്യൂണിസ്റ്റുകാരെ, യഹൂദന്മാരെ കൊല്ലണം, സോഷ്യലിസ്റ്റുകളെ കൊല്ലണം. അങ്ങനെ കൊന്നു ഉണ്ടതീരുന്നു കണ്ടുകൊണ്ട് അവരെ വിഷവാതകം കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയപ്പോൾ വളരെ ലാഭത്തിൽ കൊല്ലാം. പെർ ക്യാപിറ്റ ചെലവ് കുറവാണ്. മറ്റൊരാളെ കൊല്ലാൻ ഒരു ഉണ്ട വേണ്ടേ? ഒരു ഉണ്ട കൊണ്ട് രണ്ടാളെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഈ ഉണ്ടയൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പം അദ്ദേഹം ഒരു വിഷവാതകം കണ്ടുപിടിച്ചു. ആ വിഷവാതകം കൊടുത്ത് കൊന്ന ചേമ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. മരിക്കുമ്പോഴേക്കും നഗ്നതയൊക്കെ ആളുകൾ മറക്കും. കാരണം ആ ഭക്ഷണം കഴിക്കാതെ എല്ലും തോലുമായിട്ട് ഈ ആളുകൾ വെറും മൃഗങ്ങളെ പോലെ ഇങ്ങനെ നടന്നു പോകുന്ന ചിത്രങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ഇല്ല. അവരെ കൊന്ന്, മനുഷ്യനെ കൊന്ന് ഫാക്ടറിയിൽ കൊണ്ടുപോയി ബെൽറ്റിൽ കൊണ്ടുപോയി കരിച്ച് ആ കരി പാടത്തിട്ട് ആ പാടത്തുണ്ടായ ഉരുളക്കിഴങ്ങ് തിന്നവരാണ് നാസികൾ. ഇത് മനസ്സിലാക്കണം. യഹൂദ വിരോധമായിരുന്നു അന്ന് അവിടെ പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദന്മാർക്ക് ഒരു രാജ്യം വേണം എന്ന പഴയ ആവശ്യം ശക്തമായി ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉയർന്ന ആവശ്യമാണ്. ഞങ്ങൾ പണ്ട് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകണം. ഹിറ്റ്ലർ കൊല്ലപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷം, ഈ യഹൂദന്മാരോടുള്ള കാരുണ്യം കൊണ്ട് ലോകം അവർക്കൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. പക്ഷേ ക്രാന്തദർശിയായ മഹാത്മാഗാന്ധി പറഞ്ഞു, യഹൂദന്മാരെ വേറൊരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കാൻ പാടില്ല. ഇത് ലോക മുതലാളിത്തത്തിന്റെ, അത് ഗാന്ധിജി പറഞ്ഞതല്ലെങ്കിലും ഈ ലോക മുതലാളിത്തത്തിന്റെ തന്ത്രമാണ്. ലോക മുതലാളിത്തം എല്ലാ കാലത്തും ഈ ഇത്തരത്തിലുള്ള കുത്തക മുതലാളിമാരെ വളർത്താൻ വേണ്ടി ഓരോ രാജ്യങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശക്തി നേടും. ന്യൂനപക്ഷത്തെ കൊന്നാൽ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കിട്ടുന്ന ആ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആരെയാണ് കെട്ടിപ്പടുക്കുന്നത്? കെട്ടിപ്പടുക്കുന്നത് മുതലാളിത്തമാണ്. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ ഒരു പോഷകാഹാരമാണ് വർഗീയത. മുതലാളിത്തത്തിന്റെ മസിൽ വളർത്താനുള്ള പ്രോട്ടീൻ ആണ് വർഗീയത. നമ്മുടെ നാട്ടിൽ ജന്മലക്ഷ്യത്തിലൊക്കെ പോകുന്ന ആളുകൾ പ്രോട്ടീൻ പൗഡർ കഴിക്കും. മുതലാളിത്തം എന്ന ആ ഗുസ്തിക്കാരനെ എല്ലാവരെയും അടിച്ചമർത്താനുള്ള കരുത്തുണ്ടാകുന്നതിന് വേണ്ടി കഴിക്കുന്ന പ്രോട്ടീനാണ് വർഗീയത. അങ്ങനെയാണ് ആദ്യം യഹൂദന്മാർക്കെതിരെ അവിടെ തുടങ്ങി. ഞാൻ കാലിക രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇന്നിപ്പോ എന്താ സ്ഥിതി? നമ്മളൊരു കാര്യം വളരെ വ്യക്തമായല്ലോ. ഭൂരിപക്ഷ വർഗീയത എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലുണ്ടായത് യഹൂദന്മാർക്കെതിരായ, പുറമേക്ക് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞില്ലെങ്കിലും നാഷണലിസ്റ്റ്, ദേശീയ എന്ന അർത്ഥത്തിലുള്ള നാസി വർഗീയതയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സ് എന്താ? കറണ്ട് പൊളിറ്റിക്സ് പലസ്തീൻ പ്രശ്നമാണ്. ആ പലസ്തീൻ പ്രശ്നത്തിൽ നമ്മുടെ സമീപനം എന്താ? നമ്മുടെ സമീപനം ഒന്നാണ്. നമുക്ക് ഓരോരോ പ്രശ്നത്തിനും വെവ്വേറെ സമീപനം എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സമീപനേ ഉള്ളൂ. അടിച്ചമർത്തരുത്. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ഭരണകൂടം ഭൂരിപക്ഷത്തിന്റെ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും എവിടെയൊക്കെ അടിച്ചമർത്തുന്നുണ്ടോ അവിടെയൊക്കെ CMB അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെയാണ്. NV കൃഷ്ണവാര്യർ പറഞ്ഞുകൊണ്ട് കവിത എഴുതി, എവിടെയാണ് ആരുടെയെങ്കിലും മുതുകിൽ ചാട്ടവാർ വീഴുന്നത്, ആരുടെ മുതുകിലാണോ ചാട്ടവാർ വീഴുന്നത്, അങ്ങനെ ചാട്ടവാറടിയേറ്റവന്റെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞ പുരോഗമന കവിയായ NV കൃഷ്ണവാര്യർ അനുസ്മരിച്ചുകൊണ്ട് CMB ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. എവിടെയാണോ അടിച്ചമർത്തൽ നടക്കുന്നത് അവിടെയെല്ലാം ഈ മുതലാളിത്ത ഭരണകൂടത്തിന്റെ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഫാസിസ്റ്റ് കടന്നാക്രമണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിത്തത്തെ വളർത്താനുള്ള ഇത്തരത്തിലുള്ള എല്ലാ കടന്നാക്രമണങ്ങളുടെയും ഇരയായ എല്ലാ ഇരകളുടെയും ഒപ്പമാണ് അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെയാണ് CMB, അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പാളിച്ച പറ്റി എന്ന് CMB വിലയിരുത്തുകയാണ്.
അതാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സർവദേശീയ വിഷയത്തിലേക്ക് ഒഴുകി വരികയാണ്. ഇസ്രായേൽ ഇന്ന് വലിയൊരു പ്രശ്നമാണ് നാട്ടിൻപുറത്ത്. നിങ്ങൾ ഇസ്രായേലിന്റെ കൂടെയാണോ അതോ ഹമാസിന്റെ കൂടെയാണോ? ഇതാണ് ചോദ്യം. അപ്പൊ ചിലർ പറയും ഹമാസുകാർ വന്നില്ലേ, ഇസ്രായേലിൽ വന്നില്ലേ? ശരിയാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്ക അറേബ്യയുടെ നെഞ്ചത്ത് കുത്തിയിറക്കിയ ഒരു കഠാരയാണ് ഇസ്രായേൽ. എന്തിനു വേണ്ടി? ഈ യഹൂദന്മാരോട് വലിയ അനുഭൂതി എങ്ങനെ ഉണ്ടായി? ഇവര് തന്നെയാണ് യഹൂദന്മാരെ കൊന്നത്. അവർക്ക് തന്നെയാണ് അനുഭൂതി. അവർക്കൊരു രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു അവർക്കൊരു രാജ്യം ഉണ്ടാകാൻ പാടില്ല, അവരെല്ലാ രാജ്യത്തും സമാധാനപരമായി ജീവിക്കണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ കൊച്ചിയിൽ നിന്നും കുറച്ച് ആൾക്കാർ പോയി. അവർക്ക് പോലും കുഴപ്പമുണ്ടെന്നല്ല, കൊച്ചി ഒഴിഞ്ഞുപോയി. അവർ ഫോർട്ട് കൊച്ചി ജൂയിഷ് സിനഗോഗുകൾ ഒഴിഞ്ഞുപോയി. കേരളത്തിൽ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു, കണ്ണൂരും ഉണ്ടായിരുന്നു. പറവൂരാണ് അവസാനം വരെ ഉണ്ടായിരുന്നത്. മാളയിൽ, പറവൂരിൽ, കൊച്ചിയിൽ, കുന്നംകുളത്തുണ്ടായിരുന്നു. ആ യഹൂദന്മാർക്ക് എല്ലാവർക്കും വേണ്ടി രാഷ്ട്രം ഉണ്ടാക്കുകയല്ല വേണ്ടത്, മറിച്ച് എല്ലാ രാജ്യങ്ങളിലുമുള്ള യഹൂദന്മാരെ ഭംഗിയായി പരിപോഷിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു എന്ന് നമ്മൾ അനുസ്മരിക്കുക. എന്നാൽ സ്റ്റാലിനിസത്തെ കുറിച്ച് നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നു. എന്നാൽ സ്റ്റാലിൻ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തില്ലേ എന്നൊക്കെ എനിക്കിപ്പോഴും തോന്നുന്നു. നല്ലൊരു കാര്യം സ്റ്റാലിനെ കുറിച്ച്. അദ്ദേഹം വലിയ പോരാളിയായിരുന്നു. പക്ഷേ സ്റ്റാലിൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ അഭിപ്രായമല്ല സ്റ്റാലിൻ പറഞ്ഞു. ഇപ്പൊ CPM-കാർ ഭയങ്കര പാലസ്തീൻ ദിനം ആചരിക്കും. ഇസ്രായേൽ രൂപീകരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ എതിർത്തിരുന്നെങ്കിൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെടില്ലായിരുന്നു. നമ്മളിപ്പോ കോൺഗ്രസിനോട് ചേർന്നോട് പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ പാർട്ടി തന്നെ നന്നായിട്ട് PRM കമ്മീഷനാണത് റിസർച്ച് ചെയ്ത് പഠിച്ചത്. നമുക്കെന്താ മനസ്സിലായത്? ഇസ്രായേൽ രൂപീകരിക്കപ്പെടില്ലായിരുന്നു. എങ്ങനെ? സ്റ്റാലിൻ എതിർത്തിരുന്നെങ്കിൽ, റഷ്യ എതിർത്തിരുന്നെങ്കിൽ. അപ്പോ ഇസ്രായേൽ എന്നത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, അന്ന് വേറെ രാജ്യങ്ങളില്ല, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൂടി പറ്റിയ പാളിച്ചയായിരുന്നു ഇസ്രായേൽ. ഇപ്പൊ CPM-കാർ കുറച്ച് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി എല്ലാ വീട്ടിലും പോയിട്ട് നമ്മൾ പലസ്തീനാണേ, നിങ്ങൾ ഇസ്രായേലാണോ? ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇസ്രായേലാണ് കേട്ടോ, നമ്മളാണ് ശരിക്കും പാലസ്തീൻ. എന്നാൽ കോൺഗ്രസ്സാണ് പാലസ്തീന്റെ കൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് നിന്നത്. 1936 അറബ് കലാപം ഉണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. 1918 തന്നെ ബ്രിട്ടീഷുകാർ കീഴടക്കിയതാണ് പലസ്തീൻ. അതിനെതിരെ അറബ് കലാപം ഉണ്ടായപ്പോൾ 181 അറബി പോരാളികളെയാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. വെടിവെച്ചു വന്നത് 3000-ലധികം ആളുകൾ. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയും നെഹ്റുവും നേതാജിയും പലസ്തീന്റെ കൂടെയായിരുന്നു. ഇന്ത്യ 1947 സ്വതന്ത്രയായി. 48 ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി UN ഐക്യരാഷ്ട്രസഭ എന്ന ശിശുസഭയാണ്. ആ സഭയിൽ വോട്ട് കിട്ടപ്പോൾ അതിനെതിരെ കൃത്യമായ വോട്ട് ചെയ്ത രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ബ്രിട്ടീഷുകാരെ ആഫ്രിക്കയിൽ പോയി പൊരുതി, അവർക്കെതിരെ പൊരുതി ഒരു പാഠം പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. നമ്മളിപ്പോൾ അവരായിട്ട് മുന്നണിയുന്നതല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ വളരെ ഗൗരവമായി നമ്മൾ പറയുന്നൊരു കാര്യം, സാർവദേശീയ രംഗത്ത് ഇന്ന് ആളുകൾ ഇസ്രായേലിന്റെ കൂടെയാണോ ഹമാസിന്റെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ ഈ നടക്കുന്ന സംഘടനത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. അടിസ്ഥാനപരമായി ഇസ്രായേലിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അവരെ ഫലസ്ഥലത്തേക്ക് വിടുകയാണ് വേണ്ടതെങ്കിലും ഇന്നത് നടക്കാത്തത് കൊണ്ട് 75 വർഷമായിട്ട് ഇനിയിപ്പോൾ നടക്കില്ല. പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം നിർമ്മിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം.
അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള അഭിപ്രായമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട് എന്നാണ് നമ്മുടെ പാർട്ടി അഭിപ്രായം. നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത വി കെ രവി അവിടെ ബാക്കിലിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറി വരും രവി. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ എന്ന പോലെ തന്നെ സർവ്വദേശീയ രാഷ്ട്രീയത്തിലും ഇന്ന് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി പോവുകയാണ്. ബാക്കി പൊതുവായ കാര്യങ്ങളെല്ലാം ഞാൻ വിസ്തരിച്ച് പറഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ലോകം ഒരു കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം വീണ്ടും പതുക്കെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. കോവിഡ് വന്നു, അതിനു മുമ്പേ ഡെങ്കി വന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെതിരെ വല്ല വർക്ക് ചെയ്തു? എന്തൊക്കെ ചെയ്തു? ഡെങ്കിപ്പനി വന്ന് നൂറുകണക്കിന് ആളുകൾ മരിച്ചപ്പോൾ തന്നെ CMB ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. എന്താ മുദ്രാവാക്യം? പൊതുജന ആരോഗ്യ തകർച്ച വന്നാൽ അതിൽപ്പെട്ട് മരിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? നഷ്ടപരിഹാരം. എന്നാരാ പറഞ്ഞത്? CMB ആണ്. അന്നാളിനകത്ത് ഒരു ഗൗരവം എടുത്തില്ല. എന്നോട് ഒരു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയാണ് രമേശുവാണെന്ന് വന്നത്. എന്റെ തോണയിൽ പനിക്കെതിരായിട്ടൊക്കെ സമരം എന്ന് പറഞ്ഞ ആൾക്കാരെന്ത് പറയും? പനി സമരമായിട്ട് വല്ല ബന്ധമുണ്ടോ? പനി ഗവൺമെന്റാണോ പനി ഉണ്ടാക്കുന്നത്? ഞാൻ പനി ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് അല്ല. പനി ഉണ്ടായി മരിച്ചാൽ അവന്റെ കുടുംബത്തെ നോക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഓ, അതാണല്ലേ. നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും വേണ്ടത്ര വ്യക്തതയില്ലായിരുന്നു. ഡെങ്കിപ്പനിയുടെ കാര്യത്തോട് പറഞ്ഞു അപ്പോഴാ വരുന്നത് പിടിച്ചതിനേക്കാളും വലിയത് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ കോവിഡ്. ഈ സമ്മേളന കാലയളവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കോവിഡായിരുന്നു. നമുക്ക് ഡെങ്കിയുടെ കാലം മുതലേ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പൊതുജന ആരോഗ്യ സംരക്ഷണ സമിതി ഉണ്ടാക്കിയ പാർട്ടി CMB ആണ്. കൊതുകിനെ കൊല്ലാനുള്ള മരുന്ന് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലും കൂടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ലേ? നമ്മുടെ പാർട്ടിയുടെ ഒരു പരിപാടിയായിരുന്നു അത്, കൊതുകിന് കളിക്കുക അല്ലേ? ആളുകൾക്കൊരു പരിഹാസമാണ്. എത്രയോ ആളുകൾക്ക് കൊതുകിന്. ഞാൻ തന്നെ തിരുവനന്തപുരത്തെ ഒരു ചേരി പ്രദേശത്ത് ഞാൻ എൻ്റെ കൈകൊണ്ടാണ് കൊതുകിൻ്റെ മരുന്ന് അടിച്ചത്. ഉദ്ഘാടനം ചെയ്യല്ല. അപ്പൊ കൊതുക് കടി കൊണ്ട് ആളുകൾ മരിക്കുന്നു. ഏറ്റവും വലുത് ആളുകളെ കൊന്ന ജന്തു ഇപ്പോഴും കൊതുക. ആനയും പുലിയും കടുവയൊന്നുമല്ല, കൊതുക. അപ്പോഴാ കോവിഡ് വരും. കോവിഡ് വന്നപ്പോൾ ജനങ്ങൾ അന്തം വിട്ടുപോയി. അവിടെയാണ് വലിയ സംസ്കാരത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും തട്ടുംപുറത്ത് നിന്ന് പ്രസംഗിക്കുന്ന മോഡി കിടന്ന് വിറച്ചില്ലേ? മോഡി എന്താ പറഞ്ഞത്? പാത്രത്തിൽ ഇങ്ങനെ നിങ് കൊട്ടിയത് പോകുന്നു. 15 മണിക്കൂർ കൊണ്ട് വൈറസിനെ മാറ്റിക്കളയാമെന്ന് പറഞ്ഞ പരമ വിഡ്ഢിയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി? ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മടി കാണിക്കുന്നില്ല. 15 മണിക്കൂർ നിങ്ങൾ വീട്ടിനകത്ത് അടച്ചിരുന്ന് അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ പാത്രത്തിൽ മഞ്ഞടിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളല്ലേ? ഇപ്പതൊക്കെ എല്ലാവരും മറന്നുപോയി. ഇപ്പൊ നർത്തകി ശോഭനയ്ക്കും അത് ഓർമ്മയില്ല. ശോഭന ഇപ്പൊ അവരെടുത്ത് പോയി. അപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞു, എന്താ ശോഭന നീ അങ്ങനെ ചെയ്ത്? അങ്ങനെ ചെയ്യരുത് കേട്ടോ കുട്ടി. പക്ഷേ അപ്പൊ ശോഭന എങ്ങനെയാ പിണറായി വിജയന്റെ അടുത്ത് വന്നത്? കോൾ ഷീറ്റ് കൊടുത്തുകൊണ്ട്. ഈ പിണറായി വിജയനൊക്കെ ഇത്രയും താഴെ പോയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സിനിമാ നടന്മാരും നടിമാരും ഒരു സാധാരണ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ കാശ് കൊടുക്കണ്ടേ? വേണ്ടേ? അതിന് കോൾ ഷീറ്റ് അല്ലേ? ഞാനതിനെ കോൾ ഷീറ്റ് രാഷ്ട്രീയം എന്ന് വിളിക്കുന്നു. കോൾ ഷീറ്റ് രാഷ്ട്രീയം. മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന. ശോഭനയ്ക്ക് 19 വയസ്സുണ്ട്. മോശമായിട്ട് അവിടെയല്ല. ശോഭനയുടെ ഡാൻസ് ഇത് കണ്ടുകൊണ്ടിരുന്ന രാജ്യത്തുള്ള ഡാൻസ് വളരെ നല്ലതാ, ഒരു വലിയ നർത്തകിയാണ്. പക്ഷെ ശോഭന ഇതാ പോകുന്നു നരേന്ദ്രമോദി. ഞാൻ അതിലേക്ക് പാളിപ്പോവല്ല. ഇന്നിപ്പോ വലിയ വലിയ വർത്തമാനം സ്ത്രീകളെ കുറിച്ച് 1,00,000 സ്ത്രീകൾ വന്നു പറയുന്നത്. നമ്മുടെ തൃശ്ശൂരിൽ 1,00,000 സ്ത്രീകൾ വന്നതാണ്. പക്ഷേ സ്ത്രീകൾ മറക്കരുത്, കേരളം മറക്കരുത്, ഇന്ത്യ മറക്കരുത്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരികൾ വന്നപ്പോൾ, മഹാമാരിയായ കോവിഡ് വന്നപ്പോൾ 15 മണിക്കൂർ അടച്ചുപൂട്ടിയിരുന്ന് പാത്രത്തിൽ മുട്ടിയാൽ മതി
എന്ന വിഡ്ഢിത്തം പറഞ്ഞതും ഈ പ്രധാനമന്ത്രി തന്നെയാണ്. CMP ചെറിയൊരു പാർട്ടിയാണ്, പക്ഷേ CMP വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഡെങ്കിയുടെ അനുഭവം ഉള്ളതുകൊണ്ട് ഇതൊരു പബ്ലിക് ഹെൽത്ത് ഡിസാസ്റ്ററാണ്, ഇതൊരു പൊതുജനാരോഗ്യ ദുരന്തമാണ്. ഡെങ്കിയുടെ സമയത്ത് പിണറായി വിജയൻ ഞാൻ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പറഞ്ഞു, ഇതൊരു പൊതുജനാരോഗ്യ ദുരന്തമാണ്, അതിന് കോമ്പൻസേഷൻ അർഹതയുണ്ട്. കാരണം ഇന്ത്യയിൽ ദുരന്ത നിവാരണ ആക്ട് നിലവിലുണ്ട്. ഡിസാസ്റ്ററിനെ മറികടക്കാനുള്ള ഡിസാസ്റ്റർ ആക്ട് നിലവിലുണ്ട്. ജനങ്ങൾ നികുതി കൊടുക്കുന്നതിനാണ് അവർ സംഭാവന, ഒരു അമ്പലത്തിലോ പള്ളിയിലോ സംഭാവന കൊടുക്കുന്നത് അമ്പലം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അതൊരു അവരുടെ ഭക്തിക്ക് വേണ്ടി കൊടുക്കുന്നു. ടാക്സ് കൊടുക്കുന്നത് സംഭാവനയല്ല. ഈ സമ്മേളനം പഠിക്കണം. ടാക്സ് ഒരു കരാറാണ്, നികുതി ഒരു കോൺട്രാക്റ്റാണ്. അതിനെയാണ് സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹ്യ കരാർ എന്ന് രാഷ്ട്രശാസ്ത്രത്തിൽ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ എന്നെ രക്ഷിക്കണം. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള സോഷ്യൽ കോൺട്രാക്റ്റാണ്. നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, തുണി വാങ്ങുമ്പോൾ, മറ്റു പല സാധനങ്ങളും വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നതിനാണ്. ഭരണകൂടവും ജനങ്ങളും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കണം. അതുകൊണ്ട് ആ ടാക്സ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല. ഭാഗ്യമെന്ന് പറയട്ടെ, CMP കോവിഡ് കാലത്ത് വെറുതെ ഇരുന്നിട്ടില്ല. ഉണ്ടോ? തയ്യ വയ്ക്കാൻ പറഞ്ഞു, വാഴ വയ്ക്കാൻ പറഞ്ഞു, ചീര വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നിരന്തരമായപ്പോൾ നമ്മുടെ സുരേഷ് ബാബുവിന്റെ കർഷക ഫെഡറേഷൻ ജന്മം കൊണ്ടു. ഒരു കാര്യം CMP പറഞ്ഞു, ആദ്യം CMPയുടെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്, ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പറുടെ വീട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവന്റെ അവന്റെ പകുതി ഭക്ഷണം അവിടെ കൊടുത്തിട്ടേ നീ കഴിക്കാവുള്ളൂ. നമ്മുടെ പാർട്ടി അത് നടപ്പാക്കി. അതോടൊപ്പം തന്നെ അയൽവക്കത്ത് നോക്കണം. അയൽവക്കത്ത് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയില്ലേ? ഒപ്പം നമ്മൾ സമരം ചെയ്തില്ലേ? എന്തുകൊണ്ടാണെന്നറിയില്ല, കോവിഡ് വന്നൊരു CMPക്കാരന് മരിച്ചില്ല. കോവിഡിന് CMPയെ പേടിയാന്ന് വെച്ചത്. നിങ്ങൾ എത്ര ആൾ അനുശോചനം ഇവിടെ പാസ്സാക്കിയില്ലേ? കോവിഡ് കൊണ്ട് ആരെയും മരിച്ചു? ആരും മരിച്ചില്ല. അതെനിക്കൊരു അത്ഭുതം. ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിച്ച പാർട്ടിയാണ് CMP. ഒരുപക്ഷെ നിർഭയമായി ഇറങ്ങി നടന്നുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഓരോ വീട്ടു വരാന്തയിലും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും CMPയുടെ ബാനർ പിടിച്ചിരുന്നു കൊണ്ട് സമരം ചെയ്തില്ലേ? പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഒരു വക്കീൽ കൊടുത്ത കേസാണ്, ഗൗരവ് കുമാർ എന്ന് പറയുന്നൊരു ബൻസാൽ എന്ന് പറയുന്നത്, ഗൗരവ് കുമാർ ബൻസാൽ എന്ന് പറയുന്നൊരു വക്കീലും അവിടെ ഫൈറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പാർട്ടി ചെയ്തല്ലോ. സുപ്രീം കോടതി പറഞ്ഞ് 50,000 രൂപ കൊടുക്കണം, 4 ലക്ഷം കൊടുക്കണം നമ്മൾ ആവശ്യപ്പെട്ടത്. 10 ലക്ഷം ആവശ്യപ്പെട്ടത്. ഇന്നലെയാണ് HMSന്റെ സമ്മേളനം നാഗ്പൂർ നടന്നത്. 3 ദിവസമായിട്ട് ഞാൻ ഉണ്ടായി. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് പോകാൻ പറ്റി. HMSനെ കൊണ്ട് നമ്മൾ ആ നയം ഇന്നലെ അംഗീകരിപ്പിച്ചു. പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യ തകർച്ച വന്നാൽ അത് ട്രേഡ് യൂണിയൻ ഏറ്റെടുത്ത് കോമ്പൻസേഷന് വേണ്ടി പൊരുതണമെന്ന് നമ്മളവിടെ പറഞ്ഞപ്പോൾ HMSന്റെ അഖിലേന്ത്യാ സമ്മേളനം അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന വിവരവും കൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാരണം ഇന്ത്യയിൽ 3000-ലധികം പാർട്ടികളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഈ മോഡി പറഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വീണ് മരിച്ചു. റെയിൽ പാളത്തിൽ ഉറങ്ങിക്കിടന്നവരെ ട്രെയിൻ വന്നപ്പോ ട്രെയിൻ ചതച്ചരച്ചു കൊന്നവരെ. ട്രെയിൻ വന്നു എന്നാണ് പാവങ്ങൾ വിചാരിച്ചത്. പക്ഷെ ട്രെയിൻ വന്നു, ഒരു ട്രെയിൻ വന്നു, അവരെ കൊല്ലാം. ട്രെയിൻ ഓടിക്കുന്ന ആള് വിഷമിച്ചു പോയി കാണും. ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു.
നൂറുകണക്കിന് ചെറുകിട MSMEകൾ തകർന്നുപോയി, കൊച്ചു കൊച്ചു കടകൾ പൊട്ടിപ്പോയി. ഇന്നും നിങ്ങൾക്ക് കടകൾ തുറന്നിരിക്കുന്നത് കാണാം. പക്ഷെ ഇന്നലെ തുറക്കുന്നവനല്ല ഇന്ന് തുറന്നിട്ടുള്ളത്. എന്റെ സഹകരണ സംഘത്തിന് ഇന്നലെ ഒരു ദുഃഖകരമായ ദിവസമാണ്. ഞാൻ 24 കൊല്ലമായ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി. ഇന്നേ വരെ ഒരു ഭൂമി അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാൻ സാധുവൊക്കെ ഇന്നലെ അറ്റാച്ച് ചെയ്തു. 4 സെന്റ് സ്ഥലം. എല്ലാ ദിവസവും 10,000 രൂപയുടെ ബിസിനസ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അദ്ദേഹത്തോടുള്ള സ്നേഹത്തോട് പറഞ്ഞു, ഈ സ്ഥലം വിറ്റാൽ കിട്ടുന്ന ബാക്കി പൈസ നിങ്ങൾക്ക് തരാം, ഞങ്ങൾ വിറ്റ് തരാം, നമുക്ക് ആ സ്ഥലം വേണ്ട. പക്ഷേ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷമായി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എത്രയോ പേര് തകർന്നു, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ തകർന്നു. പക്ഷേ ഞാനിവിടെ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പറയുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ തകരുകയും ചെയ്തുവെങ്കിലും പൊതുജനാരോഗ്യ ദുരന്തമുണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെടാൻ ഇന്ത്യയിൽ ഒരു പാർട്ടി ഉണ്ടായെങ്കിൽ അത് CMP എന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമായിരുന്നു ഉള്ളത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. അവിടെയാണ് നാം രാഷ്ട്രീയമായ വ്യക്തതയെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. ദേശീയ രാഷ്ട്രീയത്തിലും സർവ്വദേശീയ രാഷ്ട്രീയത്തിലും പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാണ്ട് ജപ്തി ചെയ്യപ്പെട്ടൊരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ജപ്തി നടപടി ഇല്ലാത്തതുകൊണ്ടാണ് ജപ്തി ചെയ്ത് പോകാത്തത്. സംസ്ഥാനത്ത് ജപ്തി ചെയ്യാൻ പറ്റും. കടം വാങ്ങി മുട്ടിഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി കൂടുതൽ കടം വാങ്ങണമെന്നല്ലാതെ ധനം വാങ്ങണമെന്ന് പറയുന്നില്ല. ഒരു തരത്തിലുള്ള സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ആദ്യമായിട്ടാണ് കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാവുന്നത്. ഈ CPMന്റെ പുതിയ കാലത്ത് നായനാരായിട്ടുണ്ട്, കരുണാകരനായിട്ടുണ്ട്. കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നും നായനാർക്ക് ശേഷം ആദ്യമായിട്ട് മുഖ്യമന്ത്രി വരികയാണ്. ചെറുപ്പക്കാരനായിരുന്ന വിദ്യാർത്ഥി നേതാവ് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാവുന്ന ഇടതുപക്ഷത്ത് നിന്ന് ആദ്യമായിട്ട് പിണറായി വിജയനാണ്. ആധുനിക രാഷ്ട്രീയത്തിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പങ്കെടുക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത, 60കളിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ആദ്യമായി മുഖ്യമന്ത്രിയാവുന്ന ഇടതുപക്ഷക്കാരൻ പിണറായി വിജയനാണ്. KSFന്റെ സംസ്ഥാന സെക്രട്ടറി, കണ്ണൂരുകാരനാണ്, തലശ്ശേരി പിണറായിയുടെ വീട്. നിങ്ങൾ ഈ ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ? 10 ആൾക്ക് പണി കിട്ടുന്ന ഒരു സ്ഥാപനം ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായോ? നിങ്ങൾ പറഞ്ഞു, ഉണ്ടായോ? 8 കൊല്ലമായില്ലേ? 10 ആൾക്ക് പണി കിട്ടുന്ന ഒരു സ്ഥാപനം, ഒരാശുപത്രി, എന്തെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അതുപോലെ നിൽക്കുന്ന നെയ്ത്ത് ശാലകൾ. നമ്മൾ നടന്നു പോകുമ്പോൾ നെയ്ത്തിന്റെ ടക്കുള്ള അടി കേൾക്കാം കണ്ണൂരിൽ. നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ചെറുപ്പത്തിൽ 10-20 വയസ്സുള്ളപ്പോഴേ വരുന്ന ഒരാളാണ്. ഒരാൾ ഒച്ചത്തിൽ ഒരു പുസ്തകം വായിക്കുന്നെല്ലാം വളരെ കടുകട്ടിയായിട്ടുള്ള പുസ്തകങ്ങളാണ്. സാരി കെട്ടാൻ തമ്മിട്ടോ ലോക സാഹിത്യമാണ് വായിക്കുന്നത്. ആരാ വായിക്കുന്നത്? വീട് തർപ്പുകാരനാണ്. ആ ലോക സാഹിത്യം വായിക്കുന്നവന് വേണ്ടി മറ്റെല്ലാവരും കൂടെ വീട് തർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇത്രയും കോൺഷ്യസ് ആയ രാഷ്ട്രീയ ബോധമുള്ള തൊഴിലാളി പറഞ്ഞു ഏത് പാർട്ടിയാണെന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരിലും അതുപോലെ തന്നെ ആളുണ്ടായിരുന്നു, മുസ്ലിം ലീഗ്, എല്ലാവരും. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് ഉണ്ടാക്കിയാണ്. രാഷ്ട്രീയ ബോധമെന്ന് ഇഷ്ടിക വെച്ചുണ്ടാക്കിയതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം. പക്ഷേ ഈ 8 വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം ഈ കണ്ണൂരിലുണ്ടായോ? പോയിട്ട എന്തെങ്കിലും ഒരു സ്ഥാപനം, ഒരു കോളേജ്, ഒരു ആശുപത്രി ഉണ്ടായത് വിളിച്ചത് വേറെ. നമ്മുടെ പരിഹാരം ആശുപത്രി അവിടെ ആൾക്കാരുണ്ടല്ലോ. പരിഹാര ആശുപത്രി ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോ ഗവൺമെന്റും അല്ല, കോപ്പറേറ്റീവ് അല്ല, ഒന്നുമല്ല, ആണല്ല, പെണ്ണല്ല. പലരെയും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അവരാരും പോകുന്നില്ല. ഒരു ട്രാൻസ്ഫറും പോസ്റ്റിംഗും ഇല്ലാത്ത ആശുപത്രി ആയിരുന്നല്ലോ പരിഹാരം, അല്ലേ? എന്നാ നമ്മുടെ പാർട്ടിയോ? നമ്മുടെ പാർട്ടിയത്തെ നമുക്കൊരു അധികാരമില്ല. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്ത MVR ക്യാൻസർ സെന്റർ. എന്നാ ഉദ്ഘാടനം? 2017 ജനുവരി 17-ാം തീയതി, അല്ലേ? 17-ല്ല,
ഇന്നിപ്പോ ആ സ്ഥാപനത്തിന്റെ സ്ഥിതി എന്താ? നമ്മളുണ്ടാക്കി നിങ്ങളെ ഏൽപ്പിച്ച പരിഹാരം തകർന്നു. നിങ്ങളുടെ ഒന്നും സഹായമില്ലാതെ കെട്ടിപ്പൊക്കിയ MVR ക്യാൻസർ സെന്റർ വളർന്നു ഇല്ലേ? 2 ചിത്രങ്ങൾ ഞാൻ കാണിക്കും. ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് സുഖം പ്രാപിച്ചു പോയി. എൻ്റെ ഫോണിൽ ഒരു ദിവസം ഒരാഴ്ചയിൽ 5 ആളെങ്കിലും എന്നെ വിളിക്കും. ഞാൻ ഇപ്പോഴും എല്ലാം വിജേഷിനെ വിളിക്കാറില്ല, ഡോക്ടർമാരെ വിളിച്ചു. വളരെ മാന്യമായ പെരുമാറ്റം. 100 കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു. 10,000-കണക്കിന് ആളുകൾ, കുട്ടികൾ, ചെറിയ കുട്ടികൾ, ലോകത്തെ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്നു, ആരോഗ്യ ചികിത്സ കൊടുക്കുന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നു. പരിയാരവും MVR ക്യാൻസർ സെന്ററും നോക്കിയാൽ മതി. എന്താണ് LDF UDF എന്ന് മനസ്സിലാക്കണം. എന്താണ് CPM, എന്താണ് CMB എന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിയാര ആശുപത്രിയിലും പോവുക, MVR ക്യാൻസർ സെന്റർ. എല്ലാറ്റിനെയും കാർന്ന് തിന്നുകയാണ്. ഒരു നെയ്ത്തുശാല അല്ലെങ്കിൽ ആധുനികമായ ഒരു വ്യവസായശാല കണ്ണൂരിലുണ്ടായോ? ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അവിടുത്തെ സ്ഥിതി എന്താ? അവിടുത്തെ വൈസ് ചാൻസലർ അയാൾ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ തുടരണോ വേണ്ടേ എന്നുള്ളത്, അവിടെ കുട്ടികൾ പഠിക്കണ്ടോ ഇല്ല എന്നുള്ളതല്ല, എത്ര കുട്ടികൾക്ക് PhD കിട്ടി എന്നുള്ളതല്ല, സ്വന്തക്കാരെ തിരികെ കയറ്റുക എന്നതല്ലാതെ ഒരു ഭരണവും നടത്താൻ അറിയാത്തൊരു ഗവൺമെന്റാണ്. ഞാൻ നീട്ടി പറയേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്ത് ഇപ്പൊ ഒന്നും ചെയ്യാത്തതുകൊണ്ടൊരു പുതിയ പരിപാടി കൊണ്ടിട്ടുണ്ട്, പാട്ടും ഡാൻസും. ഇത് കണ്ടാൽ തോന്നുന്നു ഈ കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു കലാസമിതിയാണ്. കലാസമിതിയുടെ പണി എന്താ? ഹാർമോണിയം, തബല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പാട്ട്, ഡാൻസ്, റിഹേഴ്സൽ, ഡാൻസ്, ഡ്രാമ. ഇപ്പൊ പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന ഒരു കലാസമിതിയുടെ പ്രസിഡന്റ് പോലെയാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നന്നായി നടക്കുന്നുണ്ട്. എന്ന് എന്റെ വീട്ടിലിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വഴുതക്കാട് താമസിക്കും. തൊട്ടപ്പുറത്ത് ടാഗോർ തിയേറ്റർ, തൊട്ടപ്പുറത്ത് മാനവീയം വീതി, നൈറ്റ് ലൈഫ്, നല്ല ഡാൻസും പാട്ടും കുട്ടികളൊക്കെ നിറഞ്ഞു കവിഞ്ഞു കൊടുക്കുകയാണ്. ഒരു സ്ഥാപനവും തിരുവനന്തപുരത്തുണ്ട്. കേരളത്തെ പുറകോട്ടടിപ്പിച്ച ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഇല്ലെങ്കിൽ ഒരു മറുപടി പറയണം, നിങ്ങൾ മുന്നോട്ട് പോയി എന്ന്. എന്ത് പറഞ്ഞു? ഞങ്ങളെല്ലാം നമ്പർ വൺ. ഏത് നമ്പർ 1? വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്പർ 1 പിണറായി വിജയൻ വന്നപ്പോഴാണ് നമ്പർ 1 ആയത്. തിരുവിതാംകൂർ രാജാക്കന്മാരുള്ളപ്പോഴും നമ്പർ 1 ആണ്. ശ്രീനാരായണഗുരു പ്രസ്ഥാനവും മിഷണറി പ്രസ്ഥാനവും NSSഉം SNDPയും കഠിന പ്രയത്നം നടത്തിയിട്ടാണ് നമ്പർ 1 ആയത്. ആ ഒരു കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാവരും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം ചെയ്തു, ഭൂപരിഷ്കരണം നടത്തി. ഭൂപരിഷ്കരണം നടത്തിയപ്പോൾ പാവപ്പെട്ട ആളുകൾ സ്കൂളിലേക്ക് വന്നു. അത് സത്യമാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. വിലക്കയറ്റത്തിന്റെ കാര്യത്തിലേക്കും ഞാൻ സമയക്കുറവുകൊണ്ട് കടക്കുന്നതെല്ലാം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഫൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായി സംതൃപ്തരാണോ? അല്ല. പാർട്ടിയിലുണ്ടായ ചില ആളുകളുടെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായതായിട്ട് മറ്റുള്ളവർക്ക് തോന്നി. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇപ്പൊ ആഫീസ് നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. MVRന്റെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, സത്യമാണ്. ചില ആളുകൾ നമ്മളെ വിട്ടുപോയി. അവരെവിടെ എത്തിയെന്നൊന്നും ഞാൻ പറയുന്നു, നമ്മുടെ വിഷയമല്ല. ഞാൻ പണ്ടും വിട്ടുപോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, നിങ്ങൾ എത്ര പേർ ഓർക്കണല്ലോ, MVR പാർട്ടി രൂപീകരിക്കുന്ന ആദ്യത്തെ മാസത്തിൽ നടത്തിയ MVRന്റെ പ്രസംഗം വളരെ രസകരമാണല്ലോ. നിലമ്പൂരിൽ ഒരു കുട്ടൻ എന്ന് പറഞ്ഞ ആള് MVRന്റെ യോഗത്തിന് വന്നു. ആ കുട്ടൻ രാജിവെച്ചു. ദേശാഭിമാനി വലിയ കെട്ടി കുട്ടൻ രാജിവെച്ചു. ആരാ കുട്ടൻ എന്നാർക്ക് പറഞ്ഞുകൂടാ. ഏത് കുട്ടൻ ആർക്കറിയാം? അപ്പൊ MVR എന്ന് പ്രസംഗിച്ചടാ, ഈ CMPയിൽ നിൽക്കുന്നവര് പേടിയില്ലാത്തവർ മാത്രം നിന്നാൽ മതി, പേടിയുള്ളവർക്കെല്ലാം പോവാം.
ഞാൻ ജനറൽ സെക്രട്ടറി എന്നുള്ള ചുമതല 10 വർഷമായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പറ്റുന്ന തരത്തിൽ MBR അവിടെ നമ്മളവിടെ. പക്ഷെ ഞാൻ ആ വാക്കുകൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. CMPക്ക് രാഷ്ട്രീയ വ്യക്തതയുണ്ട്, രാഷ്ട്രീയ ശുദ്ധിയുണ്ട്, രാഷ്ട്രീയമായ ചരിത്രമുണ്ട്, അതിന്റെ പോരാട്ടത്തിന്റെ അനുഭവങ്ങളുണ്ട്. പേടിയുള്ളവർക്ക് പോകാം, ധൈര്യമുള്ളവർക്ക് നിൽക്കാം, ധൈര്യമുള്ളവർ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കും. ഒരു സംശയവും വേണ്ട. പലതരത്തിലുള്ള പേടിയാ പലർക്കും. ആര് പേടിച്ചാലും അവർക്ക് യാത്രയപ്പോ അല്ല ലഡുവോ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ യാത്ര എന്തിന് പണങ്ങി പിരിയുന്നു? ടീ പാർട്ടിയോ മിക്സറോ കൊടുക്കും, അണ്ടിപ്പരിപ്പോ ആയിക്കോട്ടെ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ഭീരുക്കൾക്ക് യാത്രയപ്പ് കൊടുക്കാം, ധീരന്മാർക്ക് നിൽക്കാം. അതാരായാലും കൊള്ളാം. MBR കുടുംബത്തിൽ തന്നെ പ്രശ്നമുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുകയല്ല. നമുക്കൊരു പ്രശ്നമല്ല, എല്ലാവരും വിലയിരുത്തി. ഇതാ തീർന്നു CMP അങ്ങനെ തീരില്ല. CMP ഒരു ചെറിയ ചെടിയാന്ന് നമുക്ക് തോന്നാം, പക്ഷേ ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്ന വലിയ വൃക്ഷമായി തീരാൻ പോകുന്ന ഒരു ചെറിയ ചെടിയാണ് ഈ CMP എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് പറിച്ചാളുടെ കൈ മുറിയാന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. പലരും പറിച്ചു നോക്കി. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി വിജയൻ ഗവൺമെന്റ് രാജ്യത്തിനൊരു ബാധ്യതയാണ്. കണ്ണൂരിൽ ആ ട്രെൻഡ് തുടങ്ങിയിട്ടില്ലെങ്കിലും മധ്യ തിരുവിതാംകൂറിൽ കോളേജിൽ കുട്ടികളില്ല. മാണിക്കത് നിങ്ങൾ വിശ്വസിക്കൂ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ക്ലാസുകൾ പൂട്ടി. തൊടുപുഴ ഒരു വിദ്യാഭ്യാസമുള്ള മേഖലയാണ്. മാത്തമാറ്റിക്സ് MSc പൂട്ടി, മാത്തമാറ്റിക്സ് BSc പൂട്ടി, ഫിസിക്സിന് 2 ആള് പാലയിലല്ലേ എല്ലാവരും പോകുന്നത്. നമ്മുടെ സുമോദിന്റെ മോളും പാലയില്ല, എന്റെ മക്കളെ എല്ലാവരും പാലയ്ക്കാ പോകുന്നത്. പാല അതുപോലൊരു സ്ഥലമാണ്. പക്ഷെ പാലാ സെന്റ് തോമസ് കോളേജിൽ ഫിസിക്സിനും കെമിസ്ട്രിയും പഠിക്കാൻ കുട്ടികളില്ലാന്ന്. കാരണം രാജ്യം വിട്ടു പോവാണ്. അപ്പൊ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, എന്താ ഈ കുട്ടികൾ ഇങ്ങനെ വിട്ടുപോകുന്നത്? ഞാൻ പേര് പറയുന്നില്ല. അല്ല, ഇമാതിരിയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരാണ് ഈ കേരളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനേക്കാളും കേമന്മാരാ വരുന്നത്. അവര് വിദ്യാഭ്യാസ മന്ത്രിയാവുന്നേക്കാളും മുമ്പ് ഈ കുട്ടികളൊക്കെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. ആരോഗ്യരംഗത്ത് പഞ്ഞിമൗലം കൊടുക്കുന്നില്ല ഗവൺമെന്റ് ആശുപത്രി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, വ്യവസായ മേഖല ഒന്നും പുതുതായിട്ടില്ല. ഒരു വ്യവസായം, കോപ്പറേറ്റീവ് സെക്ടറിൽ ഇപ്പോൾ ഒരു വ്യവസായം. ഏറ്റവും അവസാനം പിന്നെ അവർക്ക് ഒരിക്കലും നമ്മൾ തകരില്ല എന്ന് വിചാരിച്ചാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ. ആ കോപ്പറേറ്റീവ് സെക്ടറിൽ CPM-കാർ പണ്ട് എന്തൊക്കെ ചെയ്താലും അവർ പിടിച്ചെടുത്താൽ അത് വളർത്തുമായിരുന്നു. ഈ കണ്ണൂർ തന്നെയുള്ള പല സ്ഥാപനങ്ങളും ഇല്ലേ, ഇവിടെയുള്ള പല സ്ഥാപനവും മണിക്കര് ബാലകൃഷ്ണൻ അറിയാം. ബാലകൃഷ്ണൻ ഇവിടെയുള്ള പല CPM-ന്റെ കയ്യിലുള്ള സ്ഥാപനം പണ്ട് കോൺഗ്രസിന് പിടിച്ചതല്ലേ, കോപ്പറേറ്റീവ് സെക്ടറിലുള്ള അല്ലേ? അല്ല, പണ്ടത്തെ ഇന്ന് ഡിസ്ട്രിക്ട് ബാങ്കുകളുടെ പ്രൈമറി സംഘടനകൾ പലതും കോൺഗ്രസിന് പിടിച്ചത്. അന്ന് കോൺഗ്രസിന് പിടിച്ചാൽ അതിനെ കൊല്ലില്ലായിരുന്നു. ഇപ്പൊ പിടിച്ചിട്ട് കൊല്ലുക, പിടിച്ചെടുത്തിട്ട് വളർത്തുന്നില്ല, കൊല്ലുകയാണ്. കൊല്ലാനാ പിടിക്കുന്നത്, വളർത്താനല്ല. കൊല്ലാനോ വളർത്താനോ എന്ന് ചോദിച്ചില്ലേ നമ്മൾക്ക് ചെറുപ്പത്തിൽ? പണ്ട് വളർത്താനാ പിടിച്ചെങ്കിൽ ഇപ്പൊ കൊല്ലാനാ പിടിക്കുന്നത്. ഒരു പശുവിനെ കട്ടുകൊണ്ടുപോയിട്ട് നന്നായി വളർത്തിയാൽ നല്ലതല്ലേ? പശുവിന്റെ പ്രശ്നമല്ലല്ലോ. ഇപ്പൊ പശുവിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് കൊല്ലുകയാണ്. അതാണിപ്പോ കോപ്പറേറ്റീവ് സെക്ടർ. കണ്ണൂർ ബാങ്കിലുണ്ടായ പ്രശ്നങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. അതിനിടയ്ക്ക് കേരള ബാങ്ക് ഉണ്ടായി. ഇപ്പൊ കേരള ബാങ്കിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മുടെ സുനി മാനേജറാണ്. ഇരിങ്ങാനും തിരിക്കാനും നേരമില്ല. 100 കണക്കിന് കോടി കോപ്പറേറ്റീവിൽ നിന്ന് തിരിച്ചുപോയി. ഇന്നിപ്പോ റിസർവ് ബാങ്ക് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് എന്നുള്ള പേര് വെക്കാൻ പാടില്ല. നമ്മൾ അംഗീകരിക്കുന്നത് നല്ലത് അല്ലേ? സാജു ഒക്കെ മാറ്റിയോ? മാറ്റണം. എന്തിന് റിസർവ് ബാങ്കായിട്ട് യുദ്ധത്തിന് പോകണ്ട? കോഴിക്കോട് മാറ്റി നൽകിയോ? അവർ പറഞ്ഞിട്ട് ഒരു ബാങ്ക് മാത്രം മാറ്റി. ആ ബാങ്ക് കോഴിക്കോട് സിറ്റി സർവീസ് ബാങ്കാണ്.
സഹകരണ സംഘത്ത് പൈസ ഇടാൻ ആളില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ദേശീയ രാഷ്ട്രീയത്തിലും സർവദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും നമുക്ക് വ്യക്തതയുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി, അതിനകത്ത് നമുക്ക് ചില കുറവുകളും പോരായ്മകളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു സീറ്റിൽ മത്സരിച്ചു പോയാൽ പോരാ, കൂടുതൽ ശക്തമാകണം. പക്ഷേ പാർട്ടി ശക്തമാണ്. ഇന്നിപ്പോ UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ വളരെയാണ്. പുതുപ്പള്ളിയും തൃക്കാക്കരയും ജയിച്ചുകൊണ്ട് മാത്രമല്ല, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ 100 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ സീറ്റുകളിലും UDF-ആണ് ജയിച്ചത്. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് KSU ജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. KSU MSF കൂട്ടുകെട്ട് കായംകുളത്ത് നമ്മുടെ സഖാവിന്റെ മകനാണ് ചെയർമാൻ, കായംകുളം MSF ഷാജാൻ. UDSF എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നു. UDSF പിടിച്ചെടുക്കാൻ പോവാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. വൈസ് ചാൻസലർമാർക്ക് വേണ്ടി ചാൻസലർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയാണ് SFI. ചാൻസലർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക, അതല്ലാതെ വേറെ അജണ്ടയൊന്നുമില്ല. ചാൻസലർ വേറൊരു ടൈപ്പാണ് നമ്മുടെ ഗവർണർ. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ സാജു എല്ലാം സംസാരിക്കും. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് 2026 അധികാരത്തിൽ വരണമെങ്കിൽ ഇനിയുള്ള 2 വർഷക്കാലം കഠിനമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. 2-3 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ താങ്കപ്പൂരിൽ വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, അടുത്ത ഈ നമ്മുടെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ബഹുജന സംഘടനാ രംഗത്തേക്ക് തിരിയണം, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ കർഷക മേഖലയിലേക്ക് തിരിയണം. നമുക്ക് പാർട്ടിയുടെ ചരിത്രം പറയാനുണ്ട്, പക്ഷേ ട്രേഡ് യൂണിയന്റെ ചരിത്രം പോരാ. നമ്മുടെ ശക്തി അനുസരിച്ചുള്ള ട്രേഡ് യൂണിയനുകളില്ല. നമ്മുടെ ശക്തി അനുസരിച്ചുള്ള കർഷക പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നുണ്ട്, പോരാ. യുവജന മഹിളാ പ്രസ്ഥാനങ്ങൾ വളരണമെങ്കിൽ കർഷക ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ വളർന്നാലേ, ട്രേഡ് യൂണിയൻ രംഗത്ത് കർഷക രംഗത്ത് വളർന്നാലേ ആ യുവജന മഹിളാ സംഘം വളരുള്ളൂ. മഹിളകളെ സംഘടിപ്പിക്കണം. കണ്ണൂരിൽ നമ്മൾ ചിന്തിക്കണം. ഇന്നലെ ഞാൻ HMS യോഗത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഹിളകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹിളകൾക്കിടയിൽ വിധവകൾ, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ, ഡൈവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീകൾ, അതിൽ തന്നെ വൃദ്ധകളായ സ്ത്രീകൾ, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, സ്വന്തം കുട്ടികളാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, അവരെല്ലാം സ്ത്രീകളല്ലേ? അവരെല്ലാം സംഘടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു സംശയം വേണ്ട, ഈ കണ്ണൂർ ജില്ലയിൽ 10,000 ആളെ സംഘടിപ്പിക്കാൻ നമുക്ക് എളുപ്പത്തിൽ. 10,000 നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ കണ്ടിരിക്കുകയാണ്. വെള്ളശ്ശേരി വെച്ച് CP ജോണിനെ അടിച്ചു എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അന്ന് ജനിക്കാത്ത കുട്ടികളോടാണ് പറയുന്നത്. അന്ന് കുട്ടികൾ ജനിക്കണ്ട, ഇപ്പൊ കേൾക്കുന്ന കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും തന്നെ അന്ന് ജനിച്ചു. ആ കഥകളൊക്കെ നമ്മുടെ കെട്ടിടത്തിന്റെ അടിത്തറയാണ്. ഈ കെട്ടിടത്തിൽ നമ്മൾ മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ അടിത്തറത്തിൽ ബേസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മുടെ ബേസാണ്. ആ ബേസിന്റെ മുകളിൽ കെട്ടിടം കെട്ടിപ്പൊക്കണം. ചെടിക്ക് വേരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കായുണ്ടാവണം. കായുണ്ടാവണമെങ്കിൽ ആ ചെടി വളരണം, അത് പുഷ്പിക്കണം, അതിനകത്ത് ഫലങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പക്ഷെ ആര് പോയാലും ഇല്ലെങ്കിലും, ആര് മങ്ങിയാലും, ആര് നമ്മളെ കാലഹരണപ്പെട്ടു പോയാലും, അല്ലെങ്കിൽ കാലം കൊണ്ട് നമ്മൾ വിട്ടുപോയാലും, ഒരു പുതിയ പ്രസ്ഥാനം നാം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുണ്ട്. KPR നമ്മുടെ കൂടെ ഉണ്ടായി. നമ്മൾ KPR-നെ അനുസ്മരിക്കേണ്ടതാണ്. നമ്മുടെ ജില്ല KPR-നെ അനുസ്മരിക്കാൻ ആരുമില്ല. അങ്ങനെ രാജ്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ള നമ്മുടെ പാർട്ടിക്കാർ മാത്രമല്ല, ഗൗരിയമ്മയുടെ പാർട്ടിയൊന്നും ഉണ്ടായിട്ടില്ല, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. KPR-നെ പോലുള്ള പോരാളികൾ, അവരെയൊക്കെ സോഷ്യൽ ഫാസിസ്റ്റുകൾ പുറത്താക്കിയത്, അവരെല്ലാം എടുത്തുകൊണ്ട് വേക്കേജി എല്ലാ കാലത്തും ആവേശിച്ചു. ഏത് നല്ല മനുഷ്യനായാലും അവരെടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. EMS-ന്റെ തന്നെ നല്ല ഗുണങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? സത്യത്തിൽ പിണറായി വിജയന്റെ ഭരണം കാണുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന EMS-നെയല്ലേ? EMS ഒരു ഭാഗമില്ലാത്ത ഷർട്ടും എവിടുന്നോ വാങ്ങിച്ചൊരു ചെരുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊരു മുണ്ടുമായിട്ട് നടന്നു വന്നിരുന്ന നമുക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾക്കല്ലോ. അപ്പൊ EMS-ന്റെ നയങ്ങളൊക്കെ എതിർത്തു. പക്ഷേ ഇന്ന് ഈ ഭരണം കാണുമ്പോൾ, ഇന്നത്തെ CPM-ന്റെ ഈ വൃത്തികെട്ട രീതികൾ കാണുമ്പോൾ നമുക്ക് EMS-നെ ഓർത്താൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല.
സ്വന്തം സാമ്രാജ്യം മുഴുവൻ പാർട്ടിക്ക് എഴുതി കൊടുത്ത ആളാണ്. 1000 ഏക്കർ ഭൂമി എഴുതി കൊടുത്ത ആളാണ്. അതുകൊണ്ട് ഏത് നല്ല കമ്മ്യൂണിസ്റ്റുകാരനെയും ഓർക്കാം, രക്തസാക്ഷികളെ ഓർക്കാം, കയ്യൂരിനെയും കരിവുള്ളവരെയും ഓർക്കാം. ഒപ്പം തന്നെ ഞാനും ദേവിയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. മുനിയാകുന്ന്, പാടിക്കുന്ന്, എന്തൊക്കെയാണ് നടന്നത്. അവരെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അവരൊക്കെ കൃത്യമായി ഓർമ്മിക്കപ്പെടുന്നുണ്ടോ? ഞാൻ മുനിയാകുന്നുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനെ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത്. മുനിയാകുന്ന് രക്തസാക്ഷി സ്മാരകത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ പേരിൽ പാർട്ടിയിൽ കുഴപ്പമുണ്ടായെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ പഠിച്ചോ വിഷയം? മുനിയാകുന്ന് രക്തസാക്ഷി സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിനെടുത്തു കൊണ്ടുവന്ന് വെടിവെച്ചു കൊന്ന 3 പേരെ. അത്തരത്തിലുള്ള ഏതായാലും എക്സലൈറ്റ് ആളായിക്കോട്ടെ, അതിൽ തന്നെ നല്ല മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? കാന്തലോട്ട് കരുണൻ, അദ്ദേഹം എക്സലൈറ്റ് ആയിരുന്നു, MBR സ്നേഹിതനായിരുന്നു. കാന്തലോട്ട് കുഞ്ഞമ്പോ CPI ആയിരുന്നു. അങ്ങനെ എത്രയോ മഹാരഥന്മാർ ഇനി കോൺഗ്രസിന്റെ തന്നെ എത്രയോ വലിയ ആളുകൾ നമ്മുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു. ഉമ്മൻചാണ്ടി കമ്മ്യൂണിസ്റ്റേ അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ ഉള്ളതുകൊണ്ട് ഇഷ്ടമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പഠിക്കാനുള്ള ഒരുപാട് ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. അത് നമ്മുടെ പ്രവർത്തനം. ഒരു പാവപ്പെട്ട മനുഷ്യന് പ്രശ്നം വന്നാൽ അത് പരിഹരിക്കുന്നത് വരെ ഉറങ്ങാതെ ഇരിക്കുന്ന ഉമ്മൻചാണ്ടി നമ്മൾ കണ്ടു. അത്തരത്തിൽ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളായാലും ശരി, അവരിലുള്ള എല്ലാ നന്മകളും ശാംശീകരിച്ചുകൊണ്ട്, ഇനി ഏത് വലിയ പ്രസ്ഥാനമാണെങ്കിലും ശരി, അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐതിഹാസികമായ പോരാട്ടത്തിൽ കൂടെ നാം വളർത്തിയെടുത്ത ഈ CMB എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കണം. 11ാം പാർട്ടി കോൺഗ്രസ് ഒരു വഴിത്തിരിവാണ്. 40 വർഷത്തെ കഥകൾ പറയാനുള്ള പ്രസ്ഥാനം ഇനിയും പതിറ്റാണ്ടുകളുടെ കഥ പറയും. ഒരു സംശയവും വേണ്ട. CMB എന്ന പേരതിനുണ്ടാകുമോ എന്നതല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. CMB ഉയർത്തിയ രാഷ്ട്രീയം, CMB ഉയർത്തിയ നവചിന്ത, കമ്മ്യൂണിസ്റ്റ് തത്വങ്ങൾ, ജനാധിപത്യ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മനുഷ്യത്വമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഒരു പുരോഗമന പ്രസ്ഥാനം, അതായിരിക്കും ലോകത്ത് ഭാവിയിൽ വളരാൻ പോകുന്നത്. അതിനെ ഈ കൊച്ചു കേരളത്തിൽ വിത്തുപാകിയത് MVR-ഉം CMB-യുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ എസൻസ്, അതാണ് നമ്മുടെ സത്യം. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടി കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 11ാം CMB-യുടെ 11ാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത